പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം, നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 13 നാൾ. നിങ്ങൾക്കേവർക്കും മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇനി അടുത്ത 3 മണിക്കൂർ നേരം ഇന്ന് ഉണ്ടായ സംഭവങ്ങളും തെരഞ്ഞെടുപ്പിന്റെ അലയൊലികൾ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നാടിന്റെ മുക്കിലും മൂലയിലും സ്പർശിച്ച് നമ്മൾ പരിശോധിക്കുകയാണ്. വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികളും മുന്നണി പ്രവർത്തകരും. പ്രചാരണം ചൂടുപിടിക്കുമ്പോഴും ഡീൽ വിവാദത്തിൽ ചുറ്റിത്തിരികയാണ് പൊതുരാഷ്ട്രീയം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കുണ്ട് എന്ന 24-നുള്ള മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണവും ഇന്ന് വലിയ രാഷ്ട്രീയ ചർച്ചയായി. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയും അതെടുത്ത് പറയുന്നുണ്ടായിരുന്നു. വാർത്തകളുടെ വസ്തുതകളുടെ സൂക്ഷ്മ വിശകലനവും സമഗ്ര അപകലനവുമായി നമ്മൾ തുടങ്ങുന്നു മൈ ജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്. മൈ ജി ഫ്യൂച്ചർ ദി ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് സമർപ്പിക്കുന്നത് മൈ ജി ആണ് ഫ്യൂച്ചർ. മറ്റ് അവതാരകർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ബി ദിലീപ് കുമാർ, അസിത സഹീർ, ആഷ്മി താജ് ഇബ്രാഹിം, KR ഗോപികൃഷ്ണൻ. എല്ലാവർക്കും സ്വാഗതം. ആഷ്മി, ഗോപി, ഞാനിന്ന് പുറത്തായിരുന്നു, കുറച്ച് നാടൊക്കെ ചുറ്റി വന്നതാണ്. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയിട്ടില്ല. അപ്പൊ നിങ്ങളൊന്ന് ആഴ്ന്നിറങ്ങണം. ആഷ്മി, ഇന്നെന്തൊക്കെയാണ് സംഭവിച്ചത് പ്രധാനമായിട്ടും? ഇന്നൊക്കെ 13 നാൾ കേരളം പോളിംഗ് ബൂത്തിലാണ്. അതെ, ഇന്നും UDF തുടങ്ങി വെച്ച ഡീലിൽ ചുറ്റിത്തിരിയുന്നു കേരള രാഷ്ട്രീയം. വിട്ടിട്ടില്ല. ഇന്ന് ആഷ്മി ഒരു പ്രധാന സംഭവം ഉണ്ടായി. അപ്പൊ നമ്മുടെ EA രാജേന്ദ്രൻ, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങായിരുന്നു തൃത്തല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അദ്ദേഹത്തിന്റെ തറവാട്ടില്. അവിടെ വെച്ച് നമ്മുടെ മുകേഷ് അദ്ദേഹത്തെ കണ്ടു. സ്വന്തം സഹോദരി ഭർത്താവാണല്ലോ. മുകേഷിനെ കണ്ടപ്പോൾ പറയുന്നതിനിടയിൽ, പല കാര്യങ്ങളും പറയുന്നതിനിടയിൽ ഞാൻ ഈ ഡീലിന്റെ കാര്യം ഓർമ്മിച്ചു. നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത ദിവസമില്ല, ഡീലോടെ ഡീൽ എന്ന് പറഞ്ഞു. ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഈ കാന്താരി സൂക്ഷിക്കണമെന്നും പറഞ്ഞു. വേറൊരു ഡീലാക്കാൻ ശ്രമിക്കുകയാണ്. പുള്ളി പറഞ്ഞു ഈ ഡീല് കുറച്ചു കാലം ചർച്ച ചെയ്യപ്പെടും. അത് ഒരു MLA എന്നുള്ള നിലയിലും അങ്ങനെ പറഞ്ഞു. അപ്പൊ മുഖ്യമന്ത്രി VD സതീശൻ നേർക്കുനേർ ഫേസ് ഓഫിലേക്ക് പോകുന്നു. കാട്ട അതിരൂക്ഷമായ നേർക്കുനേറാണ്, ശക്തമായ നേർക്കുനേർ. VD സതീശൻ പറയുന്നത് അസംബന്ധമാണെന്ന് പറയുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് പറയുന്നു അമിത്ഷാ പറഞ്ഞെടുത്ത് കുനിഞ്ഞെന്ന് ഒപ്പിട്ടത് PMC വെച്ച ഞാനല്ല, അത് പിണറായി ആണെന്ന് പറയുന്നു. അങ്ങനെ ഡീൽ അതിന്റെ കിരാതമായ രൂപത്തിലേക്ക് ഇങ്ങനെ ആഞ്ഞു പടർന്നു പിടിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ. അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള ഇത്ര നാളും അധികം ചർച്ച ഉണ്ടായിരുന്നില്ല, അത് ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഇന്നിപ്പോ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പറയുന്നതിന് ധാർമ്മിക ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് തന്നെ കൃത്യമായി പറയുന്നു. ആദ്യമായാണ് അങ്ങനെ അഡ്മിഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ശബരിമല കൊള്ളക്കാരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി എന്ന് VD സതീശൻ പറയുന്നുണ്ട്. പതിയാണെങ്കിൽ കൂടിയും അവിടെ ഇവിടെ ഇപ്പോൾ നേമത്ത് ഈ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന വെല്ലുവിളി ഏറ്റെടുക്കുന്നു രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ പതിയാണെങ്കിൽ കൂടി വികസനം കൂടി ചർച്ചയാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. KR ഗോപികൃഷ്ണൻ, ഇന്ന് ശരിക്കും ഈ വലിയൊരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ആസ് ദ മിനിസ്റ്റർ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്താൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച വസ്തു എന്തായിരിക്കും? ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം പരിശോധിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നി സത്യത്തിൽ ഈ ഡീൽ വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ തന്നെ മറ്റ് വിഷയങ്ങൾ കൂടി ചർച്ചയാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം AK ബാലന്റെ അല്ലെങ്കിൽ A വിജയരാഘവനൊക്കെ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി പറയുന്ന സ്ഥാനാർത്ഥികളാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ ഫീൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ 24-മായി സംസാരിക്കുമ്പോഴാണ് കടകംപള്ളി സുരേന്ദ്രൻ ധാർമ്മികമായ ഉത്തരവാദിത്തം അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്ന് പറഞ്ഞത്. അത് ഒരു അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് ഒരു അല്പം പ്രതിരോധം സൃഷ്ടിക്കും. കാരണം ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് സർക്കാരിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യം വരും. ഇപ്പോൾ അത് V മുരളീധരനും K മുരളീധരനും ഒക്കെ ഉന്നയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു പിന്നെ ഈ ദേവസ്വം എന്തിനാണ് പിന്നെ ഒരു ദേവസ്വം മന്ത്രി, ദേവസ്വം ബോർഡ് മാത്രം പോരെ എന്നാണ് K മുരളീധരൻ ചോദിച്ചത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള യഥാർത്ഥത്തിൽ ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസനം, ഇതൊക്കെയാണ്. അതിൽ നിന്ന് വീണ്ടും ശബരിമല സ്വർണ്ണക്കൊള്ള എന്നത് തെരഞ്ഞെടുപ്പ് വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ, വിഷയമാക്കാൻ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ 24-നോട് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കാരണമായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വരുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ശബ്ദങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം വികസന കാര്യങ്ങൾ കൂടി ചർച്ചയാകുന്ന തെരഞ്ഞെടുപ്പായി പതിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം മാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബി ദിലീപ് കുമാർ, എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് ഈ ഡീൽ വിവാദം ചിലപ്പം ചില മണ്ഡലങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തിയാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തലയൂരാൻ നടത്തിയ ഒരു രാഷ്ട്രീയ ശ്രമമാണോ ഈ പുതിയ ധാർമ്മിക ഉത്തരവാദിത്വം, മോറൽ റെസ്പോൺസിബിലിറ്റി?
SKN അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ സ്വാഭാവികമായും ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അത് ഈ ധാർമ്മിക ഉത്തരവാദിത്വം കൊണ്ട് മാത്രമല്ല, ഈ കേസിൽ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഇടയ്ക്കിടെ 1-2 തവണ പോയതായിട്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന ആരോപണം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ മത്സര രംഗത്ത് എതിരാളികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യാപകമായി തന്നെ അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനിടയിൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് തീർച്ചയായും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മൾ എല്ലായ്പ്പോഴും പറയാറുണ്ട്, അതിപ്പോൾ അദ്ദേഹത്തിന് പങ്കില്ലെങ്കിൽ പോലും ആ വകുപ്പുമായി ബന്ധപ്പെട്ടതോ വിദൂരമായെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ പോലും ആ മന്ത്രിക്ക് രാഷ്ട്രീയ ധാർമ്മികത എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ആ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങൾ കൂടി അവർക്കതിന് ബാധ്യതയുണ്ട്. പണ്ട് ഈ അരിയാലൂർ ട്രെയിൻ അപകടവുമായി ബന്ധപ്പെട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി രാജിവെച്ച ഒരു സംഭവമൊക്കെ ഉണ്ട് നമ്മുടെ ചരിത്രത്തിൽ. അതുകൊണ്ട് തന്നെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഏതായാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് ആ നിലയിൽ ഉത്തരവാദിത്വം, ആ ധാർമ്മിക ഉത്തരവാദിത്വം എന്നത് അതിൽ നിന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒഴിയുന്നില്ല എന്നേ ഉള്ളൂ. അല്ലാതെ അതിൽ നേരിട്ടൊരു പങ്കുണ്ടോ എന്നുള്ള കാര്യത്തിലൊന്നും അദ്ദേഹം അവകാശപ്പെട്ടിട്ടുമില്ല. തീർച്ചയായും SKN എന്തായാലും 10 വർഷം പൂർത്തിയാക്കിയ ഒരു സർക്കാരാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒരു ഭാഗത്ത് സ്വാഭാവികമായും ആദ്യ ഘട്ടം മുതൽ തന്നെ ഉയർന്നു വരേണ്ടത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്നുള്ള ആ ചർച്ചയായിരുന്നു. പക്ഷേ അത് ഉണ്ടായില്ല. ഒരു പക്ഷേ അത് ഉണ്ടാകാത്തതിന് കാരണം വളരെ കൃത്യമായി തന്നെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താനായി എന്നവരുടെ ആത്മവിശ്വാസം, അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാനായി എന്ന അവരുടെ ആത്മവിശ്വാസം. അപ്പോൾ അത് ചർച്ചയായാൽ സർക്കാരിനത് കൂടുതൽ അനുകൂല ഫാക്ടറായി മാറും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ തോന്നലാകണം. ആ റൂട്ടിലേക്ക് ചർച്ചയെ കൊണ്ടുപോകുകയേ ചെയ്യാതെ പകരം ഡീലിലേക്ക് തന്നെ ആദ്യഘട്ടം മുതൽ ആരോപണം എത്തിച്ചത്. പക്ഷേ ഡീലിലേക്ക് വരുമ്പോഴും ഇപ്പോൾ ആദ്യം ഒരു മണ്ഡലം പറയുന്നു, പിന്നീട് 10 മണ്ഡലമാകുമ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിരത്തി LDF അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ വിഷയവും ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഇടതുമുന്നണിക്ക് തന്നെ അനുകൂലമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, എന്തായാലും നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം അല്ലേ ഇതിൽ എന്ത് ഡീലാ ഇനിയുള്ളത് എന്നുള്ളത്. എന്തായാലും ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ സംഭവമാണ്. കാരണം നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ എന്നതിനേക്കാളും ജനസമൂഹം ചർച്ച ചെയ്യുന്ന മോറൽ റെസ്പോൺസിബിലിറ്റി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും, കഴക്കൂട്ടം മണ്ഡലത്തെ അതെങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ അറിയാൻ നമ്മൾ കുറച്ച് ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെയല്ലേ ഹാഷ്മി? SKN ഉറപ്പായും. എന്തുമല്ല SKN യഥാർത്ഥത്തിൽ തനേഷ് തമ്പിയുടെ ഒരു മാധ്യമ പ്രവർത്തന കൗശലത്തിലുണ്ടായ ചോദ്യത്തിലുണ്ടായ മറുപടിയാണ്. അത് കടകംപള്ളി സുരേന്ദ്രൻ യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചതല്ല. തനേഷ് തമ്പി മാധ്യമ കൗശലം ഉണ്ടായി. തനേഷ് തമ്പി ചോദിക്കുന്നു, അതിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഇല്ലെന്ന് പറയാൻ കഴിയില്ല എന്ന് കടകംപള്ളി. അദ്ദേഹത്തിന് ഉള്ളിലുള്ള യഥാർത്ഥ വസ്തുത പുറത്തേക്ക് വന്നതാണ്. ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള സമ്മതിക്കൽ കുറ്റസമ്മതം. SKN നോക്കൂ, ഇവിടെ തുടക്കം മുതൽ ഒരു കാര്യം ഉറപ്പാണ്, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നുള്ളത് കേരളം ഞെട്ടിയ രാജ്യത്തിന്റെ അഭിമാന സ്തംഭം. ഞാൻ ഇന്നലെ പറഞ്ഞു, രാജ്യത്തിന്റെ മതേതര സ്തംഭമാണ് അവിടെ ഉണ്ടായ ഒരു ക്ഷേത്രക്കൊള്ള എന്ന് പറയുന്നത് അത് കേവലം കവർച്ചയല്ല, അത് വിശ്വാസി വികാരത്തെ മുറിപ്പെടുത്തുന്നതാണ്. അത് കേവലം അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ച മാത്രമാണ്. ഏതെങ്കിലും തരത്തിൽ മറ്റു ഉത്തരവാദിത്തങ്ങൾ ഇല്ല എന്ന നിലപാടായിരുന്നു ഇതുവരെ ആവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് ഫസ്റ്റ് ടൈമിൽ ഈ പറയുന്ന വിവാദമുണ്ടായ ആദ്യമായാണ് ആ സമയത്ത് ദേവസ്വം മന്ത്രി പറയുന്നത്. SK നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിൽ രാഷ്ട്രീയ ഉത്തരവാദിത്തം, ധാർമ്മിക ഉത്തരവാദിത്തം സർക്കാരിനും ആ മന്ത്രിക്കും ഉണ്ട് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ ഇതാദ്യമായാണ് ഒരു മന്ത്രി വന്ന് ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന കാര്യം പറയുന്നത്. അതോടൊപ്പം ബാക്കി രാഷ്ട്രീയ നേതാക്കളൊക്കെ ഏറ്റുപിടിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് SKN ഈ സമയത്ത് ശബരിമല ക്ഷേത്രക്കുള്ള സമയത്ത് അതിന് ബദലായി വന്ന ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ ഏതെങ്കിലും തരത്തിൽ കവർച്ചയോ ക്രമക്കേടോ ഉണ്ടായിട്ടില്ല എന്ന ഹൈക്കോടതിയുടെ തീർപ്പ്. ഇതുകൂടി വരുമ്പോഴേക്കും രണ്ടും കൂടി ചേരുമ്പോഴേക്കും അത് UDFന് അഡ്വാൻറ്റേജ് UDFനുള്ള ഒരു പ്രചരണ വിഷയമാകുന്നുണ്ട്. ഉറപ്പായും അവർ പിടിക്കും. എനിക്ക് തോന്നുന്നു ഇത്ര ആൾ പിടിക്കുന്നുണ്ടായിരുന്നില്ല. അത് ഇലക്ഷൻ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വിശദമായ ചർച്ചയിലേക്ക് പിന്നീട് വരാം. അപ്പൊ ഈ നമുക്ക് ഇന്ന് പകൽ എന്താണ് സംഭവിച്ചതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഇന്ന് സംഭവിച്ചത് ജനവിധിക്ക് ഇനി 2 ആഴ്ച പോലും ഇല്ല എന്നിരിക്കെ ഓരോ ദിവസവും വ്യത്യസ്ത വിഷയങ്ങൾ ഊന്നിയാണ് നേതാക്കളുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും. വാർത്താ സമ്മേളനങ്ങളിലും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും ഒക്കെ വികസന വിഷയങ്ങൾക്ക് മുഖ്യ പരിഗണന നൽകി നേതാക്കൾ പ്രസംഗിക്കുന്നത് 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നു. അതേസമയം മറ്റു വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് ഗോതയിൽ മായാതെ നിൽക്കുകയാണ്. ജമായത്ത് ഇസ്ലാമി ബന്ധം പറഞ്ഞ് നേതാക്കൾ കൊമ്പ് കോർക്കുന്നതും ഇന്ന് കണ്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് 24 നടത്തിയ ഈ മോറൽ റെസ്പോൺസിബിലിറ്റിയുടെ പ്രതികരണം അത് അദ്ദേഹം ഏറ്റെടുക്കുന്നതൊക്കെ ഇന്ന് കണ്ടു. മറിയുകയാണോ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്ന വിഷയങ്ങൾ? ഇതിലൂന്നിയാണ് നമ്മുടെ ആദ്യത്തെ വിശകലനം. ആദ്യം നമുക്ക് വികസനത്തിലേക്ക് കടക്കാം. ഇന്ന് 3 വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കേണ്ടത് വികസന കാര്യമാണോ, അതേപോലെ ജമായത്ത് ഇസ്ലാമി, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സ്വാധീനം തെരഞ്ഞെടുപ്പിൽ. ആദ്യം നമുക്ക് വികസനത്തിലേക്ക് പോകാം. ഏത്
ഏതൊരു തെരഞ്ഞെടുപ്പിലും KR ഗോപികൃഷ്ണൻ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ആ നാടിൻ്റെ വികസനവും അങ്ങനെയുള്ള വിഷയങ്ങളും തന്നെയാണ്. നിർഭാഗ്യവശാൽ കഴിച്ച കുറച്ച് അധികം കാലമായി തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നതോടെ ഇത് വഴിമാറുകയും വികസനവും അത്തരം പ്രയോറിറ്റികൾ വികസനം പോലെയുള്ള കാര്യങ്ങൾ വഴിമാറുകയും നോൺ ഇഷ്യൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഇഷ്യൂ അല്ലാത്ത കാര്യങ്ങൾ പ്രസക്തമാവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു SKN ഈ ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറ്റതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരുപക്ഷെ ഈ ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ രീതികളെ സ്വാഭാവികമായിട്ടും അതിൻ്റെ സാമുദായിക സമവാക്യങ്ങളെ കൂടി ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ, അതായത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കൃത്യമായിട്ട് വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കുക, വോട്ട് ബാങ്കിൻ്റെ നീക്കങ്ങൾ പരിശോധിക്കപ്പെടുക, അതിനനുസരിച്ചിട്ടുള്ള നയങ്ങൾ രൂപീകരിക്കുക, ഈ തരത്തിലേക്ക് ഈ രാജ്യത്തിൻ്റെ തന്നെ പൊതുവേ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് രീതികൾ മാറി എന്ന വിലയിരുത്തൽ പൊതുവായി തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കേരളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡീലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ഡീലൊക്കെ അല്ലെങ്കിൽ സാമുദായിക സമവാക്യങ്ങളൊക്കെ തന്നെയാണോ കേരളത്തിലെ ജനവിധിയെ അക്ഷരാർത്ഥത്തിൽ നിർണ്ണയിക്കാനും സ്വാധീനിക്കാനും പോകുന്നത് എന്ന കാര്യം ഒരു തർക്ക വിഷയമാണ്. പക്ഷേ 10 വർഷം നിന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതാണ് ഒരു ജനവിരുദ്ധ വികാരം അല്ലെങ്കിൽ ഒരു ആന്റി ഇൻകംബൻസി ഫാക്ടർ എന്ന് പറയുന്നത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒന്നാണ്. പക്ഷേ അത്രത്തോളം അല്ലെങ്കിൽ സാധാരണ നിലയിൽ കേരളത്തിൽ മാറി മാറി മുന്നണികൾ ഭരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത് പോലെ അത്രമാത്രം തീവ്രമായ രീതിയിൽ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടോ എന്ന കാര്യം സംശയമാണ്. മാത്രമല്ല വികസന കാര്യങ്ങളിൽ ഇത്ര എന്തൊക്കെ കാര്യങ്ങളാണ് പിൻ പോയിന്റ് ചെയ്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷത്തിന് ഉന്നയിക്കാൻ കഴിയുന്നത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് വന്നിട്ടില്ല. മാത്രമല്ല പ്രതിപക്ഷം യഥാർത്ഥത്തിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഒരു വികസന കേരളത്തെ അവതരിപ്പിക്കാൻ പാകത്തിലുള്ള ചില പുതിയ നയരേഖ അവതരിപ്പിക്കുക. ഇപ്പോൾ അവരുടെയൊക്കെ ഈ പ്രകടന പത്രികയൊക്കെ വരാനിരിക്കുന്നുള്ളൂ, അതിനകത്തുള്ള വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ആ നിലയിൽ കേരളത്തെ അടുത്ത 5 വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത 10 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 1/4 നൂറ്റാണ്ടിലേക്ക് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കേണ്ടത് എന്ന കാര്യത്തിലുള്ള ഒരു നയരേഖയോ രൂപരേഖയോ ഒക്കെ അവതരിപ്പിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാനപരമായി നാടിൻ്റെ നന്മയും ജനങ്ങളുടെ പുരോഗതിയും വികസനവും ഒക്കെ അതിനൊക്കെ മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടും പദ്ധതികളും വാഗ്ദാനങ്ങളുമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നാടിന് മുന്നിൽ അവതരിപ്പിക്കേണ്ടത്. നിർഭാഗ്യവശാൽ ആ നിലയ്ക്ക് വലിയ ചർച്ചകൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കാണുന്നില്ല. യഥാർത്ഥത്തിൽ അസിത സഗീർ നമ്മളെ റോഡ് പോലെ പാലങ്ങൾ പോലെ അല്ലെങ്കിൽ വയനാട്ടിലെ തുരങ്കപാത പോലെ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ LDF ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം ചർച്ചകളിലേക്ക് പോകാനൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിൽ എനിക്ക് മാധ്യമങ്ങൾക്കും നല്ലൊരു പങ്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും SKN, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ടിയിരുന്നത് സർക്കാർ കഴിഞ്ഞ 5 വർഷം അല്ലെങ്കിൽ തുടർച്ച ചെയ്ത 10 വർഷം എന്ത് ചെയ്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. പ്രതിപക്ഷം ഉറപ്പായി മുന്നോട്ട് വെക്കുന്നതും ആ ചോദ്യമായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം അത് സംസാരിക്കാതിരിക്കാൻ തന്നെ കാരണം ആ കാര്യത്തിൽ സർക്കാരിന് A+ അവർ തന്നെ കൊടുത്തിട്ടുണ്ട് എന്നത് കൊണ്ട് തന്നെയാണ് SKN. നമ്മൾ ഈ വികസനവും ക്ഷേമവും ഒക്കെ പറയുന്നുണ്ടല്ലോ, എല്ലാ മേഖലകളെയും സർവ്വതല സ്പർശിയായ വികസനം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന നിലയിൽ കടന്നുപോയ 10 വർഷങ്ങൾ കൂടിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളതാണ്. ഉപേക്ഷിക്കപ്പെട്ട പൂർത്തീകരിക്കാനാകില്ല എന്ന് വിശ്വസിച്ചിരുന്ന എത്രയോ പദ്ധതികൾ, ദേശീയപാത വികസനമടക്കം ഗെയിലടക്കം ഒരുപാട് പദ്ധതികൾ പൂർത്തീകരിക്കുന്നു. ഒപ്പം തന്നെ ഇനി ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് വരുമ്പോൾ പെൻഷൻ ഉയർത്തിയത് നമുക്കറിയാവുന്നതാണ്. പട്ടയം, ചരിത്രത്തിലാദ്യമായി ഇത്രയധികം പട്ടയങ്ങൾ വിതരണം ചെയ്തൊരു സർക്കാരായി ഇത് മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്ന പദ്ധതികൾ, അതോടൊപ്പം തന്നെ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടത് വാസ്തവത്തിൽ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ കാലാകാലങ്ങളായി കേരളത്തിന്റെ സാമൂഹിക മേഖലയിൽ ചർച്ചയിലുള്ള വിഷയമാണ്. പക്ഷേ അതിലും അപ്പുറം ഈ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് SKN ഈ പഠനം പൂർത്തിയാക്കി ജോലി കിട്ടുന്ന വരെയുള്ള ഒരു കാലയളവിൽ ഉള്ള യുവാക്കളാണ്. അപ്പോൾ അങ്ങനെ ഒരു അസിതയുടെ ദൃഷ്ടിയിൽ ഈ പ്രതിപക്ഷത്തിന് ആയുധമാക്കാൻ കഴിയുമായിരുന്ന ഈ സർക്കാരിന്റെ പരിമിതികൾ എന്തൊക്കെയായിരുന്നു? ഈ കഴിഞ്ഞ 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം സർക്കാർ നടപ്പാക്കാൻ കഴിയുമായിരുന്നു, എന്നാൽ നടപ്പാക്കാൻ കഴിഞ്ഞില്ല. ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ട എന്തെങ്കിലുമൊക്കെ കാര്യം സർക്കാർ ഉണ്ടാവുമല്ലോ പ്രവർത്തനങ്ങൾക്കിടയിൽ, അതെന്തായിരിക്കും കൊണ്ടായിരിക്കുമല്ലോ SKN പ്രതിപക്ഷം പോലും അത് ഉയർത്താത്തത്. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് അവർക്ക് കൃത്യമായി ജനങ്ങളുടെ ശ്രദ്ധ ചർച്ച കൊണ്ടുവരാൻ കഴിയുന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ അത് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തുമ്പോഴും അത് ഉണ്ടാകുന്നില്ല. അവിടെയാണ് ഞാൻ മുൻപ് പറഞ്ഞത്, സാധാരണ നിലയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ജനവിഭാഗങ്ങളുണ്ടല്ലോ, അവരെ പോലും ചേർത്ത് നിർത്തിയുള്ള സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നി ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വികസനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പ്രതിപക്ഷം ചർച്ചയെ പോലും കൊണ്ടുപോകാതിരിക്കാനുള്ള കാരണം. ദിലീപ് കുമാർ, എനിക്ക് തോന്നുന്നത് ഈ വിവാദമായി മാധ്യമങ്ങളും മറ്റുള്ളവരും ആഘോഷിക്കുകയും ഒക്കെ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒഴിച്ചു നിർത്തിയാൽ നല്ല ആയുധം ഈ സർക്കാർ പ്രതിപക്ഷത്തിന് കൊടുത്ത ഏതാണ് ദിലീപിന്റെ ദൃഷ്ടിയിൽ? SKN, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ഡീലിൽ ചുറ്റിത്തിരിയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസവും ഒക്കെ പറഞ്ഞതാണ്, ആ ഡീലിൽ ചുറ്റിത്തിരിയുന്നു എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ആയുധം. ഈ വികസനത്തിന്റെ കാര്യത്തിലും സർക്കാരിന് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഏതായാലും അത് സംസ്ഥാനത്തെ റോഡുകൾ, പാലങ്ങൾ,
അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ മേഖലയിലൊക്കെ കുറേ കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് തുടർച്ചയായി കഴിഞ്ഞ 10 വർഷമായി ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനൊരു ബദൽ അല്ലെങ്കിൽ ഇത് പോരാ, ഇനിയും കേരളം കൂടുതൽ വികസിക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ കൂടി വിലയിരുത്തലാണ്. ആ 5 വർഷം ആ സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ മുന്നണികളുടെ പ്രകടന പത്രികകളുടെ വിലയിരുത്തലാണ്. അത്തരം ഒരു ചർച്ചയിലേക്ക് ഇനിയും ഈ കേരളം മാറിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെന്തുകൊണ്ടായിരിക്കാം അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഈ ആരോപണം, ഇത്തരം ശാസ്ത്രീയമായിട്ടൊരു വികസന രേഖ അവതരിപ്പിക്കാനുള്ള അവരുടെ കഴിവുകളാണ് ഇതിൽ പ്രകടമാകുന്നത്. അല്ല, ഒന്ന് ഈ പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടില്ല. അല്ല, പ്രകടന പത്രികകൾ പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ നേതാക്കൾ ചില സൂചനകൾ നൽകും. ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്തെത്തി ഒരു 5 ഗ്യാരണ്ടി അത് പ്രഖ്യാപിച്ചു. ഏതായാലും അതിലൂന്നിയായിരിക്കും UDFന്റെ പ്രകടന പത്രിക എന്നതിൽ സംശയമില്ല. പക്ഷേ UDFനും കോൺഗ്രസിനും പോലും ആ കാര്യങ്ങളിൽ, ആ 5 കാര്യങ്ങൾ എന്നത് വോട്ടർമാരിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിനുള്ള, അത് എപ്പോഴും ചർച്ചയാക്കണമെന്നുള്ള ഒരു താല്പര്യവുമില്ല. ഇപ്പോഴും ഈ UDF നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഒക്കെ ഈ ഡീലിൽ ചുറ്റിത്തിരിയുകയാണ്. അപ്പോൾ ആ വോട്ടർമാരിലേക്ക് അത്തരം വിഷയങ്ങൾ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ എനിക്ക് ചേർക്കാനുള്ളത്, എനിക്കൊന്നും അത് ശരിയായിട്ടുള്ള രാഷ്ട്രീയ റീഡിംഗ് ആണോ ഉപരിപ്ലവ രാഷ്ട്രീയ റീഡിംഗ് ആണോ ഈ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഞാൻ സംശയിക്കാനുള്ള കാരണം യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ലക്ഷ്യം വെച്ചത് വികസനത്തിലൂന്നിയുള്ള ചർച്ച തന്നെയാണ് യഥാർത്ഥത്തിൽ. അതിന് SK ചോദിച്ചു കൗണ്ടർ എന്താണെന്ന് ചോദിച്ചു. SK ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ആരോഗ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് സിസ്റ്റം പരാജയമാണെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി തന്നെയാണ്. ആരോഗ്യവകുപ്പിലെ ഗുരുതരമായ വീഴ്ചകൾ, ഈ പറയുന്ന വികസനമുണ്ട് എന്ന് പറയുമ്പോഴും സാധാരണ മനുഷ്യർ, പാവങ്ങൾ ചികിത്സ കിട്ടാതെ മരിച്ചു പോകുന്ന, ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകുന്ന, ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന സാഹചര്യം, കൈമുറിച്ചു വരുന്ന സാഹചര്യം, കത്രികകളുടെ സാഹചര്യം, ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പോലീസുകാർ ഇവിടെ പാവങ്ങളെ, നിരപരാധികളെ അഷ്ടിക്ക് വകയില്ലാതെ നമ്മൾ ഏത് നേതാക്കളിൽ നിന്ന് ഇതിലൂടെ പറഞ്ഞു വന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ പറയുന്ന അഷ്ടിക്ക് വകയില്ലാത്തവനെ ചവിട്ടി ഉരുട്ടി കൂട്ടുന്നത് ഗൂണ്ടാബന്ധം അടക്കം പറയാൻ പ്രതിപക്ഷത്തിന് വിഷയമില്ലാത്തതല്ല. ചോദ്യം പ്രസക്തമാണ്. ഞാൻ പറയാം ഞാൻ അതേക്കാ വരുന്നത്. പക്ഷെ പ്രതിപക്ഷം പറയാതിരിക്കുക എന്താണ്, പ്രതിപക്ഷം നേരത്തെ ഡീൽ എന്ന് പറഞ്ഞ ആരോപണം ഒരു നേരത്തെ ഉള്ള അവരുടെ ഒരു എന്താണ് അവരുടെ പ്ലാൻഡ് സ്ട്രാറ്റജി ആയിരുന്നില്ല. സ്ഥാനാർത്ഥിനെതിരെ ശേഷമാണല്ലോ ഡീൽ വരുന്നത്. സ്ഥാനാർത്ഥിന് ശേഷം ഡീൽ എന്ന ആരോപണത്തിലേക്ക് പ്രതിപക്ഷം പോകാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ RSS എന്താണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന RSS BJP താല്പര്യം, കോൺഗ്രസ് മുക്ത ഭാരതം എന്ന അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അടക്കമുള്ള ഇവിടുത്തെ നേതാക്കളുടെ താല്പര്യം അടക്കം നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന തൃപ്പൂണിത്തുറയിലടക്കം, കോന്നിയിലടക്കം, റാന്നിയിലടക്കം BJPയുടെ ശക്തമായ കോർവോട്ടുള്ള മണ്ഡലങ്ങളിൽ അവർ സ്ഥാനാർത്ഥികളെ നിർത്താതെ ഉള്ള ഒളിച്ചുകളി, അതിലെ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചുകളി. SKN ഇവിടെ SDPI എന്നൊരു സംഘടനയുണ്ട് കേരളത്തിൽ, അവിടെ ഇവിടെ കോട്ടുള്ള സംഘടന. അതിൻ്റെ ഒരു തുളസീധരൻ പള്ളിക്കൽ എന്നൊരു നേതാവുണ്ട്, അവരുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പണ്ട് ഇവർ പ്രാഗ്രൂപമായി NDF-ൽ കൂടി അതിലേക്ക് വന്ന അവരുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം പറയുന്നത് എന്താണ്, SDPI CPM ധാരണയുണ്ടെന്ന് പറയുന്നത് ആരാണ്? SDPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. അദ്ദേഹം പറയുന്നത് ഒരു കൈയിൽ BJPയും മറുകൈയിൽ SDPയും പിടിക്കുന്ന ഒരു മഴവിൽ സഖ്യം കേരളം ഇത് ആദ്യമായി കാണുന്നതാണ് എന്ന് പറയുന്നത് SDPയുടെ ഇപ്പോഴും അദ്ദേഹം പുറത്താകാതെ സംസ്ഥാന പദവിയിലിരിക്കുന്ന തുളസീധരൻ എന്നുള്ള ആളാണ്. പോട്ടെ, അത് രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും വിയോജിപ്പിന്റെ ആരോപണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പട്ടിക എടുത്താൽ നോക്കുമായിരുന്നു. അവർക്ക് അമ്പലപ്പുഴയിൽ 6 പഞ്ചായത്ത് അംഗങ്ങൾ, ഒരു മുനിസിപ്പാലിറ്റി അംഗമുണ്ട്, അവർക്ക് അവിടെ സ്ഥാനാർത്ഥിയില്ല. ആലപ്പുഴയിൽ അവർക്ക് വലിയ വോട്ടുണ്ട്, സ്ഥാനാർത്ഥിയില്ല. വേങ്ങര കഴിഞ്ഞ തവണ വലിയ വോട്ട് നേടിയ സ്ഥലമാണ്. വേങ്ങരയിൽ അവർക്ക് സ്ഥാനാർത്ഥിയില്ല. വേങ്ങരയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയോട് SDPI ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഏത് മണ്ഡലത്തിൽ ഞാനൊന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. ഞാൻ പോയിന്റിലേക്ക് വന്നിട്ടില്ല. ഞാൻ എന്റെ പോയിന്റിലേക്ക് വന്നിട്ടില്ല. വിഷയം മാറിപ്പോരുത്. ഞാൻ എന്റെ വിഷയം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ അങ്ങനെ ഒരു കയ്യിൽ SDPI ഡീൽ, BJP ഡീൽ എന്ന ആരോപണം നിലനിൽക്കുമ്പോൾ ഇവിടെ 28% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമോ എന്ന പ്രതിപക്ഷത്തിന് സ്വാഭാവികമായും ആശങ്കയുണ്ട്. ആ ചതിക്കണിയിൽപ്പെട്ട ആ വോട്ടുകൾ ഒഴുകിപ്പോകാതിരിക്കാനാണ് അവർ ഡീൽ എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ആ ഡീൽ ആരോപണം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ വോട്ടുകൾ സേഫ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അടുത്ത വിഷയങ്ങൾ അവർ കടക്കാൻ പോവാണ്. അത് വികസനമടക്കം, ഈ പറയുന്ന എന്താണ് ശബരിമല അടക്കം അടുത്ത് അവർ കടക്കാൻ പോവാണ്. ഡീലിലേക്ക് വരാൻ അവർ നിർബന്ധിതമായതാണ്, അല്ലാതെ വികസനത്തിന് വിളിച്ചോടിയതല്ല. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പിൻവലിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഏതാ മഞ്ചേശ്വരത്ത്?
മഞ്ചേശ്വരത്ത് SDP സ്ഥാനാർത്ഥി പിൻവലിച്ചപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അവിടെ മങ്കടയിൽ. ആർക്ക് വേണ്ടിയിട്ടാണ്? മഞ്ചേശ്വരത്തും മങ്കടയിൽ, മങ്കടയിലും മങ്കടയിൽ. രണ്ടിടത്തും. മഞ്ചേശ്വരത്തും അല്ല, മഞ്ചേശ്വരത്തായിരുന്നു വലിയ ആരോപണം അല്ല ഉയർന്നത്. മഞ്ചേശ്വരം നിർത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? മഞ്ചേശ്വരം ഹാഷ്മി SDP ക്ക് പറയൂ, വേണ്ടി അവരൊരു ഹാഷ്മി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അല്ല ഒരു ഡൗട്ട്. അല്ല പറയട്ടെ നിർത്തിയത് ആർക്ക് വേണ്ടിയാണ്? ആശുപത്രി നിർത്തിയത് ആർക്ക് വേണ്ടിയാണ്? മഞ്ചേശ്വരത്ത് SDP ക്ക് വേണ്ടി ആർക്ക് വേറെ ആർക്ക് വേണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ്? സ്ഥാനാർത്ഥി നിർത്തിയത് SDP വേണ്ടി, പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ്? അല്ല നിർത്തിയത് ആർക്ക് വേണ്ടിയാണ്? അല്ല പിൻവലിച്ചത് ആർക്ക് വേണ്ടി? SDP വേണ്ടിയല്ലേ SDP നിർത്തിയത്. സ്ഥാനാർത്ഥി നിർത്തിയത്? അല്ല നിർത്തിയത് ആർക്ക് വേണ്ടിയാണ് ചോദ്യം ഉണ്ടാവില്ലേ? SDP വേണ്ടിയിട്ടാണല്ലേ ഹാഷ്മി പറയുന്നത്? അല്ല, SDP അല്ല നിർത്തിയത്. SDP അല്ല നിർത്തിയത്. SDP സമ്മർദ്ദത്തിലാക്കിയത് വേണ്ടി അല്ല മതസംഘടനകളാണെന്നും പത്രിക പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടി വേണ്ടി അല്ല നിർത്തിയത്. ഒരു മിനിറ്റ്. ഞാൻ പറയട്ടെ, പത്രിക LDF കൺവീനർ പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടി അടക്കം വിളിച്ച് നിർബന്ധിച്ചു എന്ന് പറഞ്ഞത് SDP-യുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ശരി, ആളാണ്. ശരി, അപ്പോൾ ശരി. പിൻവലിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? AM അഷ്റഫ്. ഒരു വർഷം മുമ്പ് SDP വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയുടെ പേരാണ് CPM. ഇന്നലെ TP രാമകൃഷ്ണൻ LDF കൺവീനർ ചോദിക്കുകയാണ് SDP വോട്ട് വേണ്ടെന്ന് പറയും. പറയില്ലെന്നാ പറഞ്ഞു. എന്തുകൊണ്ടാണ് വോട്ട് വേണം? SDP-യുടെ വോട്ട് വേണം മുൻപ് ഈ മുതൽ തെരഞ്ഞെടുപ്പിൽ? തന്നെ- അല്ലല്ല അല്ല, ഈ അല്ലല്ല SDP-യുമായി അല്ല ബന്ധപ്പെട്ട സിദ്ധ. ഹാഷ്മി, ഞാൻ ഒരൊറ്റ വർഷം മുമ്പ് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ വർഗീയവാദി SDP വോട്ട് വേണമെന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ നേതാവ് TP രാമകൃഷ്ണൻ ആ ചോദ്യം ഉയർന്നു. SDP വോട്ട് നിങ്ങൾക്ക് വേണ്ടെന്ന് പറയുമോ? പറയില്ലെന്നാ പറയുന്നത്. അല്ല, വായി. മാത്രമല്ല ഒരു കാര്യം വായി. കൂടെ. അല്ല, ഒരു കാര്യം കൂടെ. വോട്ട് വേണം. വേങ്ങരയിൽ കഴിഞ്ഞ തവണത്തെ SDP സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. സബാഹ് വേങ്ങരയിൽ അതെങ്ങനെയാ? അല്ല അത് ഞാൻ പറയട്ടെ അതായത് നേരത്തെ അല്ല ചേട്ടാ, വെൽഫെയർ പാർട്ടിയുടെ അതല്ല, വോട്ടും SDP യുടെ കഴിഞ്ഞ വോട്ടും തവണ എത്രയാണ് അറിയുന്നത്? SDP, ഞാൻ പറഞ്ഞ ഇത്രയോ ചേട്ടൻ ആളുകൾ എങ്ങനെ compare ചെയ്യുന്നത്? രാഷ്ട്രീയമായി അല്ല, അപ്പോ അല്ല, അന്ന് ഇവിടെ അവിടെ KM ഷാജി ചോദിച്ച ഞാൻ ഒറ്റ പറഞ്ഞതേ, കാര്യം. അല്ല, KM ഷാജി അവരവരുടെ ചോദിച്ചത് നിലപാടിൽ തന്നെ KM ഷാജി നിൽക്കണം. ചോദിച്ചത് യു- വേങ്ങരയിൽ ഗോപി. വന്നിട്ട് SDP-ക്കെതിരെ സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇന്ന് KM ഷാജി ചോദിച്ചത്. ഗോപി അങ്ങനെ ഞാൻ എത്രയോ ഇന്നത്തെ സ്ഥാനാർത്ഥി- എന്റെ ദിലീപേട്ട, ഈ തെരഞ്ഞെടുപ്പിൽ ഇത് CPM നടന്ന SDP വോട്ട് സംഭവങ്ങളായി വേണ്ടെന്ന് പറയോ? ഞാൻ ഗ്യാരണ്ടി പറയുന്നു, പറയില്ല. അല്ല അതൊക്കെ LDF-ന്റെ ആൾക്കാർ പറയില്ല. ഞാൻ പറയാണ്. അല്ലല്ല ഞാൻ പറഞ്ഞത് TP രാമകൃഷ്ണൻ അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല നേരത്തെ ഇതൊക്കെ തരാതരല്ലേ? അല്ല ഹാഷ്മിയോട് ചോദിക്കാൻ വന്ന ദിലീപിന് കാര്യം. അറിയാമല്ലോ, അല്ല, അറിയാലോ. പറയട്ടെ ഞാനൊന്ന് പറയട്ടെ ഇനി ഞാൻ പറയാൻ വന്ന കാര്യം മനസ്സ് തുറന്നു പറഞ്ഞു. അതെ അതെ SDP-യെ കുറിച്ച് SDP-ഐ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ഏതായാലും SDP-ഐക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ള അവകാശം പോലെ തന്നെയല്ലേ SDP എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് സ്ഥാനാർത്ഥി നിഷ്കളങ്ക വായനയാണ് ദിലീപേട്ട. വളരെ മറ്റൊന്ന് നിഷ്കളങ്ക ജമാഅത്തെ ഇസ്ലാമി 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി സംസ്ഥാനത്ത് 41 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അത് കഴിഞ്ഞ തവണയായപ്പോൾ 2021 ആയപ്പോൾ 19 സ്ഥാനാർത്ഥികൾ എന്നതായി. ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും നിർത്തുന്നില്ല സ്ഥാനാർത്ഥികളെ. അതാണ് UDF ഞാൻ പറഞ്ഞത്. അതല്ല SDP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറയട്ടെ, അവരുടെ അസ്തിത്വം ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളും അവരുടെ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ അപ്പാടെ UDF-ന് പരസ്യ പിന്തുണയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു സ്ഥലത്ത് പോലും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നോ തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ ഇല്ല. നേരെ താഴോട്ടാണ് പടവലങ്ങ വലിപ്പത്തിൽ താഴേക്ക് വരികയും അതേസമയം ആ പാർട്ടിയുടെ നേതാക്കൾ വലിയ പ്രസ്താവനകളും വലിയ പിന്നെ എന്താ പറയാ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് സാധാരണ രാഷ്ട്രീയ സംഘടന വളർത്താൻ എവിടെ നിർത്തേണ്ടത്? അവർക്ക് വോട്ടുള്ള രാഷ്ട്രീയത്തിൽ ഇതാണ് അവരുടെ അവസ്ഥ. SDP-ക്ക് സംഘടന വളർത്താൻ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെങ്കിൽ അവർ സ്ഥാനാർത്ഥി നിർത്താൻ എവിടെ? അവർക്ക് വോട്ടുള്ള സ്ഥലം നിർത്തണം. അവർക്ക് 6 പഞ്ചായത്തംഗങ്ങളുള്ള മുനിസിപ്പൽ അമ്പലപ്പുഴ ഒരു സ്ഥാനാർത്ഥി ഇല്ല ദിലീപേട്ട. അവർക്ക് വേങ്ങര ഏറ്റവും ഉള്ള വോട്ടുള്ള അവിടെ സ്ഥാനാർത്ഥി ഇല്ല. വേങ്ങര അവിടുത്തെ LDF സ്ഥാനാർത്ഥി സഭാഹരോട് ചോദിക്കുകയാണ്, നിങ്ങൾ SDP വോട്ട് വാങ്ങുമോ? ഇല്ലെന്ന് പറയുന്നില്ല. പറയില്ല. CPM-ന്റെ നിലപാടുകൾ തരാതരമാണ്. ആണോ? അത് വെൽഫെയർ പാർട്ടി നേരത്തെ അങ്ങനെയായിരുന്നു. അവരുടെ 2020 മേഖലകളിലൊന്നും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അല്ലെന്ന് ഇപ്പോഴല്ല, 2021 വെൽഫെയർ പാർട്ടിക്ക് നേരത്തെ കൂടുതൽ വോട്ടുള്ള, അതായത് പരമാവധി 4000 വോട്ടൊക്കെ ആയിരുന്നു അന്ന് ഹമീദ് വാണിയമ്പലം നേടിയത്. ഞാൻ പറയാം അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പോലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അവർ നിർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയും ജയിച്ചു കയറും എന്നുള്ള മണ്ഡലങ്ങളിൽ പേരിന് വേണ്ടി മാത്രമാണ്. അതൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരങ്ങൾ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ്, അവരുടെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അല്ലാതെ ഒരാൾ ചെയ്യുന്നത് ശരിയും അല്ലല്ല, ഒരാൾ ചെയ്യുന്നത് ശരി മറ്റൊരാൾ ചെയ്യുന്നത്. വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. SP-യുടെ കാര്യത്തിൽ ചേട്ടൻ പറയുന്നത് നിഷ്കളങ്കമായ വായനയാണ്. പിന്തുണ പ്രഖ്യാപിക്കണം നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ പറയുന്നില്ല. ഒരു ഒറ്റ വർഷം മുമ്പ് ഒരു വർഷം SDP അവരുടെ വഴിക്ക് പോട്ടെ. ഞാൻ പറയുന്നത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തണമെന്നുള്ള SDP-യുടെ മാത്രം ആഗ്രഹം
എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഒരിക്കലും പറ്റില്ല. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞാൻ ആ രാഷ്ട്രീയ SDPയുടെ കാര്യം അല്ലെന്നേ. പാർട്ടി അവർ തീരുമാനിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. SDPയുടെ കാര്യമല്ല. കാര്യം ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞത് CPM യുടെ കാര്യമാണ്. മഞ്ചേശ്വരത്ത് SDPയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം വന്നു. അത് UDFന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പിൻവലിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിന് കാരണം BJPക്കെതിരായി നിൽക്കേണ്ടുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ആ തരത്തിലെടുത്തൊരു തീരുമാനം എന്നതിന്റെ ഭാഗമാണ്. പക്ഷേ നേരത്തെ ചോദിച്ചതുപോലെ ഈ വേങ്ങരയിൽ വന്ന് SDPക്കെതിരെ സംസാരിക്കാൻ ഇടതുമുന്നണി നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് KM ഷാജി ചോദിക്കാൻ കാരണം ഇത്തവണത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തെ SDPI സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. പിന്നെ ഈ കുറ്റ്യാടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കുഞ്ഞഹമ്മദ് കുട്ടി ഇന്ന് നടത്തിയ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാതിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയില്ല ഞാൻ എന്നാണ് പറഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമി ലീഗ് ബന്ധം ഈ വിഷയത്തിൽ CPM നേതാവ് എളമരം കരീമും മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ MK മുനീറുമാണ് ഇന്ന് കൊമ്പ് കോർക്കുന്നത് കണ്ടത്. നമുക്ക് ആദ്യം ഈ കൊമ്പ് കോർത്തതൊന്ന് കാണാം. എങ്ങനെ കോർത്തു മനസ്സിലാവും? അദ്ദേഹത്തിന് തടസ്സമായി നിന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടാണ്. അദ്ദേഹത്തിൻ്റെ വീട് ജാമ്യം നൽകി വായ്പക്ക് ജാമ്യം നൽകേണ്ടി വന്നതും അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ ഭാഗമായി ലീഗ് നേതാക്കന്മാരെടുത്ത നിലപാടുകളാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താനെടുത്ത തീരുമാനം ധാർമ്മികതയുടെ പേരിലല്ല, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനല്ല, രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം മുനീർ ഉയർത്തുന്ന രാഷ്ട്രീയം ലീഗ് ഉപേക്ഷിച്ച് ലീഗ് പുതിയ രാഷ്ട്രീയ നയത്തിലേക്ക് മാറിയതിൻ്റെ പ്രതിഫലനമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്താൻ ഉള്ള പ്രാപ്തിയും ശേഷിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് വേറെ ആരുടെയെങ്കിലും ഇംഗിതത്തിനനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയം നടത്തേണ്ട ഒരവസ്ഥയിലല്ല മുസ്ലിം ലീഗ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പിൽ ചർച്ച വഴി തിരിച്ചുവിടണം, അല്ലാത്ത ഒന്നും അനുകൂലമായിട്ടില്ല. വേറൊരു ഘടകവും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടില്ല. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ പുതിയ കഥകൾ മെനയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. UDFന്റെ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നയ സമീപനങ്ങളെ സ്വാധീനിക്കാൻ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ അല്ലെ SDPക്കൊക്കെ കഴിയും എന്ന് വരുന്നതും ഒരുപക്ഷെ ഒരു വലിയ ആരോപണത്തിന്റെ കുന്തമുനയായിട്ട് ഞാൻ കാണുന്നു. അസിദ സഗീർ, SK ഇവിടെ ഇപ്പോൾ MK മുനീറിനെ മാറ്റി നിർത്തിയത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകൾ കൊണ്ടാണോ അല്ലയോ എന്നതിനപ്പുറത്തേക്ക് മുസ്ലിം ലീഗിൽ ജമാഅത്തെ ഇസ്ലാമി പിടിമുറുക്കുന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ട് എന്നത് ഫാക്റ്റ് ആണ്. മാത്രമല്ല MK മുനീറിൽ നിന്നും ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. അല്ല, നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപനം നടത്തുമ്പോൾ വരികയാണല്ലേ? ഓക്കെ, നല്ല നന്നായി. മറ്റൊരു കാര്യം, MK മുനീർ ഈ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിനെതിരെ ഇനി എന്തൊക്കെ ആരോപണം ഉണ്ടായാലും മുസ്ലിം ലീഗിനെ തള്ളി പറയില്ല എന്നുള്ളത് നമുക്കറിയാം. അതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിലേക്ക് വരുമ്പോൾ SK കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാണക്കാട്ട് നിന്നുമാണ് ഈ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ അതിലൊരു മോശം പരാമർശമുണ്ട്. ലീഗിനെ തള്ളി പറയാതിരിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? അദ്ദേഹത്തിന്റെ തറവാട് ജപ്തിയുടെ ഈ സാഹചര്യത്തിൽ ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ ഒരു സാഹചര്യത്തിലും പറയില്ലല്ലോ. അല്ല, ഈ സാഹചര്യത്തിൽ എന്തായാലും കഴിയില്ല. അല്ല, വ്യക്തിപരമായ കാരണങ്ങൾ എന്തെങ്കിലും ചുരുങ്ങിയ ചിന്തയാണ് വിട്ടോളാം. അത് ഇടുങ്ങിയ ചുരുങ്ങിയ ചിന്തയാണ്. സ്വാഭാവികമായിട്ട് ഹാഷ്മി നിങ്ങളുടെ അത്ര അനുഭവം അല്ലല്ല, അനുഭവപരിചയത്തിലല്ല, അബക്കമാണ് ചുരുങ്ങിയ ചിന്തയാണ്. ഒരു മനുഷ്യന്റെ അനാരോഗ്യത്തിലാണ് നമ്മൾ കളിയാക്കുക. അല്ല, അദ്ദേഹത്തിന്റെ തറവാട് പൈസ ചെക്ക് ചെയ്താണ്. അനുഭവ പരിചയത്തിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ലീഗ് വിട്ടുപോകുന്നതൊന്നല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ MK മുനീർ ഏതായാലും ലീഗിന് നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ അങ്ങനെ ആയിരുന്നു എന്നുള്ളതല്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏതായാലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ പറയട്ടെ ഹാഷ്മി, ഞാൻ പറയട്ടെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ MK മുനീറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു വലിയ വിഷമസന്ധിയിലൂടെയാണ് സമീപ ദിവസങ്ങൾ പോയത്. നമുക്കൊക്കെ ഇങ്ങനെ ഇരുന്ന് ആവേശത്തോട് പറയാം അദ്ദേഹം അങ്ങനെയാണോ. അദ്ദേഹം ആ ബൈറ്റുകളിലൊക്കെ ആ ദൈന്യത വളരെ പ്രകടമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ വിഷമസന്ധിയിൽ താങ്ങായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്തി എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിന് അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ തന്നെ കണ്ടെത്തേണ്ടതാണ്
ഈ പൈസ എന്നൊക്കെയുള്ള കാര്യം പാർട്ടിക്ക് വേണ്ടിയല്ലല്ലോ ഞാനിത് ചെലവഴിച്ചത് എന്നൊക്കെയുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനേതായാലും അത് കാരണം CH-മായുള്ള ആ വീടിൻ്റെ വൈകാരികമായ അടുപ്പം, ആ വൈകാരികമായ ബന്ധം MK മുനീർ തന്നെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തെ ലീഗ് നേതൃത്വത്തിന് തള്ളിക്കളയാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ ഇന്ത്യ വിഷൻ കാലത്ത് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ടൊക്കെ PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആ വാർത്ത സംപ്രേഷണം ചെയ്ത കാലത്ത് പോലും MK മുനീറിനെ തള്ളിപ്പറയാൻ, അതായത് പ്രവർത്തകർ സംസ്ഥാനത്തെമ്പാടും, ഇപ്പോൾ നമ്മൾ ഈ വൈകാരികതയുടെ കാര്യം പറയുന്നുണ്ടല്ലോ, സംസ്ഥാനത്തെമ്പാടും അന്ന് MK മുനീറിനെതിരെ ലീഗ് പ്രവർത്തകർ അന്ന് രംഗത്ത് വരികയും നെടുമ്പാശ്ശേരി കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് നമ്മൾ കാഴ്ചകൾ കണ്ടതാണ്. അത്തരം ഘട്ടത്തിൽ പോലും ലീഗ് നേതൃത്വം അന്ന് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ അദ്ദേഹം അടക്കമുള്ള നേതൃത്വം ചേർത്ത് നിർത്തുകയാണ് ചെയ്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷേ ഇപ്പോഴത്തെ ഈ വിഷമസന്ധിയിൽ അത് ലീഗ് നേതൃത്വം കൂടെ ഒപ്പം നിന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാനൊരു കാര്യം പറയാം. അതായത് ഞാൻ അസിതയുടെ ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസിത് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ദിലീപ്, MK മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെയും MK മുനീർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും MK മുനീർ എന്ന് പറയുന്ന CH-ന്റെ മകനെയും മുസ്ലിം ലീഗിന്റെ ഈ പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവുമായി ബന്ധപ്പെടുത്തി വേണം മനസ്സിലാക്കാൻ. അല്ലാതെ വ്യക്തിപരമായ ദൈന്യതയുടെ പേരിൽ ഒരു പാർട്ടി അദ്ദേഹത്തിന് സഹായം നൽകി, അദ്ദേഹത്തിന് സഹായഹസ്തം നീട്ടി എന്നതിന്റെ പേരിൽ MK മുനീർ ഇപ്പോൾ അതിനോടുള്ള നന്ദി സൂചകമായി അതിന്റെ ഒരു ഉപകാര സ്മരണ എന്ന നിലയിൽ ഞാൻ പറയട്ടെ ഉപകാരസ്മരണ എന്ന നിലയിൽ ആ വ്യാഖ്യാനങ്ങൾക്ക് ഇടവരുത്തുന്ന രീതിയിൽ അതെന്ത് മര്യാദയാണ്? ഞാൻ പറയട്ടെ എന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞോട്ടെ. പറഞ്ഞെന്താണ് അസിത ഇങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറയണ്ട. അങ്ങനെയാണ് പറഞ്ഞത്, ഞാനാണ് പറഞ്ഞത്. ഞാനാണ് പറഞ്ഞത്. ആ ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്തുന്ന രീതിയിൽ പറഞ്ഞു പോകരുത്. ഞാൻ ചെക്ക് ചെയ്താണത്. ഗോപി, MK മുനീറിന്റെ ഒരു നിസ്സഹായത നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് ശാരീരിക അവശതയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. കാര്യം ഒരു നിയമസഭാ അംഗമായിട്ട് തന്നെ ഇരിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങളാൽ ചിലപ്പം ലീഗ് പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ പരിഗണനയായിരിക്കും. അത് അവരുടെ പാർട്ടിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ദൈന്യതയിലേക്ക് നമ്മൾ പോകുന്നില്ല. മാത്രമല്ല, അദ്ദേഹം ഒരുപാട് മൂല്യം ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ബാങ്ക് ജപ്തി അദ്ദേഹത്തിന് വന്നത്. അല്ലെങ്കിൽ എത്രയോ നേതാക്കന്മാർ ഒരു ജപ്തിയും വരാതെ സുഭിക്ഷമായിട്ട് നമ്മുടെ നാട്ടിൽ കഴിയുന്നു. ഞാനത് കറക്റ്റ് ചെയ്തോട്ടെ. അതായത് ഞാൻ അസിത അങ്ങനെ പറഞ്ഞു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആ തരത്തിൽ ഒരു ദുർവ്യാഖ്യാനത്തിന് ഇടവരുത്തും വിധത്തിൽ ആ പരാമർശം പറഞ്ഞു പോകരുത് എന്നെടുത്തായിരുന്നു ഞാൻ. അസിത കംപ്ലീറ്റ് ചെയ്യൂ. ഇല്ല, അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല. അതൊരു നമ്മൾക്ക് ഒരു വാശിപ്പുറത്ത് പറയാന്നല്ലാതെ ജനങ്ങളോട് നമ്മൾ സംസാരിക്കുന്നത് പറയില്ല. നമ്മൾ വ്യക്തിപരമായല്ലോ നമ്മൾ പ്രക്ഷേപണം ചെയ്യും. ഞാൻ അതിൽ പറഞ്ഞു വന്നത്, അതായത് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള മുസ്ലിം ലീഗിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്നതാണ്. അവർ പരസ്യമായി ജമാഅത്ത് ഇസ്ലാമിയെ തള്ളിപ്പറയുന്ന സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അത് വലിയ ചർച്ചയായിരുന്നു UDF ജമാഅത്ത് ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച നിലപാടിൽ നിന്നും വ്യത്യസ്തമായാണ് പാണക്കാട് കുടുംബത്തിൽ നിന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ തന്നെ സ്ഥാനാർത്ഥികളെ ലീഗിന്റെ പട്ടികയിൽ അവർ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം മുസ്ലിം ലീഗിൽ പിടിമുറുക്കുന്നതിന്റെ കാഴ്ചകൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കാണുന്നുണ്ട്. ഇപ്പോൾ MK മുനീറിനെ മാറ്റി നിർത്തിയത് അതിന്റെ പേരിലാണോ അല്ലയോ എന്നുള്ളത് അത് എളമ്പരം കരിയും വ്യക്തിപരമായി പറഞ്ഞ അഭിപ്രായമാണ്. അതിനെ സാധൂകരിക്കുന്ന ഒരു തെളിവും എന്റെ പക്കലില്ല. രണ്ടാമത്തെ കാര്യം, MK മുനീറുമായി ബന്ധപ്പെട്ട് MK മുനീറിന് ഇപ്പോൾ മുസ്ലിം ലീഗ് സഹായിച്ചില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഇതാ മുസ്ലിം ലീഗിനെ തള്ളിപ്പറഞ്ഞ് പരസ്യമായി രംഗത്ത് വരും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ ദൈന്യതയെക്കുറിച്ചുമല്ല ഞാൻ പറയുന്നത്. സ്വാഭാവികമായും ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു മനുഷ്യനും തങ്ങളെ സഹായിക്കുന്ന വ്യക്തിയായിക്കോട്ടെ പ്രസ്ഥാനത്തിനോടായിക്കോട്ടെ അതിനൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകും. ഇനി ആ കമ്മിറ്റ്മെന്റ് ഉണ്ടാകുമെന്നുള്ള എന്റെ ചിന്ത പക്വതയില്ലായ്മയാണെങ്കിൽ അതിനെ ഞാൻ അങ്ങനെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ പോയിന്റ് ഇതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ പാണക്കാട് കുടുംബത്തിന്? പാണക്കാട് കുടുംബത്തിൽ നിന്നാണ് പതിവായി പ്രഖ്യാപിക്കാറുള്ളത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകത, അതിനെ ചോദ്യം ചെയ്യാൻ ലീഗിൽ നിന്ന് പോലും ആളുകൾ പരസ്യമായി ചോദ്യം ചെയ്യാൻ രംഗത്ത് വന്നു എന്നുള്ളതാണ്. അബ്ദുള്ളാനിയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്റെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച കാര്യങ്ങൾ. അത് ജമാഅത്തിന്റെ സ്ഥാനാർത്ഥിയാരാണ് ലീഗ് പ്രഖ്യാപിച്ച പട്ടിക? ഞാൻ പറഞ്ഞ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ, മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പതിവായി പാണക്കാട് തന്നെയാണ് പ്രഖ്യാപിക്കുക എന്നത്. അപ്പൊ അത് ഇത്തവണത്തെ ഒരു സവിശേഷത എന്ന് പറയാവുന്നത് അതാണ്. ഒന്നാമത്തെ കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു 2 മാസം മുമ്പ് വരെ
CPM ജമാഅത്ത് വിഷയം ഉന്നയിച്ച ഇന്റൻസിറ്റി നോക്കിയാൽ ഇപ്പം അവിടെ ഇവിടെ എളമരം കരീമോ AK ബാലനോ എന്തോ വിജയരാഘവനോ ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പിൽ CPM കാര്യമായി ജമാഅത്ത് വിഷയം ഉന്നയിക്കുന്നില്ല. SKN കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന പ്രചരണം CAA, പൗരത്വം, ഹമാസ്, പലസ്തീൻ എന്നുള്ളതായിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിശക്തമായ തിരിച്ചടി കിട്ടി. മാത്രമല്ല CPMന്റെ കോർ വോട്ടുകൾ, അവരുടെ ഈഴ വോട്ടുകളടക്കം കുത്തിയൊലിച്ചു എന്ന് വിലയിരുത്തലുണ്ടായി. നേരെ നറേറ്റീവ് മാറ്റി. പിന്നെ ജമാഅത്തെ ഇസ്ലാമി മാത്രമായിരുന്നു SKN രാവിലെ ഉച്ചയ്ക്കും വേണ്ടി ജമാഅത്തെ ഇസ്ലാമി വാർത്താസമ്മേളനം തുടർന്ന് ജമാഅത്തെ ഇസ്ലാമി. അതിനുശേഷം ഇപ്പോൾ മാത്രമാണ് പിന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി മുഖ്യമന്ത്രി SKN ഇന്റർവ്യൂവിൽ പോലും അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിനെ പറ്റി കാര്യമായി വിമർശനം ഉന്നയിക്കുന്നില്ല. അതിന് കാരണം തദ്ദേശത്തിലും ആ പ്ലാൻ തിരിച്ചടിച്ചെന്നുണ്ട്. SKN ഒറ്റ കാര്യമുണ്ട്. SKN യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് നമ്മൾ ഇക്കാലത്തേക്ക് മാത്രം, അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമി എന്ന ബന്ധം മാത്രം നമ്മൾ വിലയിരുത്തുന്ന CPMന്റെ സൈബർ ക്യാപ്സ്യൂൾ വായിക്കുന്ന പോലെ ഉണ്ടാവും. നമ്മൾ ചരിത്രം കൂടെ നോക്കണമല്ലോ. SKN കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ജമാഅത്തെ ഇസ്ലാമി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭയിൽ ആർക്കാണ് SKN പിന്തുണ പ്രഖ്യാപിച്ചത്? അത് രഹസ്യമൊന്നുമായിരുന്നു. SKN പരസ്യമായി അവരുടെ മാധ്യമ പത്രത്തിലടക്കം പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയുടെ അല്ലെങ്കിൽ സംഘടനയുടെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. ആ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഒരു മുഖപ്രസംഗം എഴുതിയ പാർട്ടി മുഖപത്രത്തിന്റെ പേര് ദേശാഭിമാനി എന്നുള്ളതാണ്. SKN അമീർ വന്ന് കണ്ട കാര്യം പിണറായി വിജയൻ അടുത്ത് സ്ഥിരീകരിച്ചു. അമീർ എന്നെ വന്ന് കണ്ടാൽ രമേശ് ചെന്നിത്തല വേവലാതി എന്നൊരു പൊതുപ്രസംഗത്തിൽ ചോദിച്ച നേതാവിന്റെ പേര് പിണറായി വിജയൻ എന്നുള്ളതാണ്. ഒരു നിയമസഭാ പ്രസംഗത്തിൽ ആര്യാട മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമി ഭീകര സംഘടനയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെ ചേർത്തു. ആര് ചേർത്തു? കോടിയേരി ബാലകൃഷ്ണൻ. എന്താണ് പറഞ്ഞത്? അങ്ങനെ ഭീകര സംഘടന എന്ന് പറയുന്നത് ആര്യാടന്റെ മൃദുഹിന്ദുത്വമാണെന്ന് പറഞ്ഞ ആരാണ്? കോടിയേരി ബാലകൃഷ്ണനാണ്. അങ്ങനെ പോയ കാലത്ത് CPMും ജമാഅത്തെ ഇസ്ലാമി അങ്ങോട്ട് വോട്ട് വാങ്ങലിന്റെയും നന്ദി പ്രകടനത്തിന്റെയും എമ്പാട് ഉദാഹരണങ്ങൾ ഒരുപാട് കാലം മുമ്പല്ല, ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അങ്ങനെ വോട്ട് വാങ്ങിയവർ LDFനൊപ്പം നിൽക്കുമ്പോൾ അടയും ചക്കരയും, CPMന് വോട്ട് കൊടുത്താൽ അടയും ചക്കരയും, അല്ലെങ്കിൽ ഭീകരവാദികൾ, മഹാദമ്മാടികൾ എന്ന് പറയുന്നത് ഒന്നാന്തരം രാഷ്ട്രീയ കള്ളത്തരമാണ്, ഇരട്ടത്താപ്പാണ്. ദിലീപ് പറഞ്ഞത്, നേരത്തെ പറഞ്ഞതുപോലെ വെൽഫെയർ പാർട്ടി എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്താത്തത്? ആ പാർട്ടിയുടെ വളർച്ച അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപത്തിന്റെ വളർച്ച ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ഉറപ്പാക്കും എന്നൊക്കെ ചോദിച്ചത് ശരിയായ ചോദ്യങ്ങൾ തന്നെയാണ്. ജമാഅത്തെ ഇസ്ലാമി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കുന്നില്ല, പകരം ഞങ്ങൾ UDFന് പിന്തുണ നൽകുകയാണ്. അവിടെ ഇടതുമുന്നണി അല്ലെങ്കിൽ CPM ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി ഒരു ഇസ്ലാമിക മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്ന സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം ലീഗും തമ്മിൽ രാഷ്ട്രീയ ബാന്ധവമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായ അടുപ്പമൊന്നുമില്ല. പക്ഷെ നമുക്കറിയാം, ലീഗിലെ തന്നെ മുതിർന്ന നേതാക്കൾ അല്ലെങ്കിൽ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, BJPയുടെ വർഗീയ ഫാഷിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരെ, ആ പ്രത്യയശാസ്ത്രത്തിനെതിരെ മുസ്ലിം സംഘടനകളും മുസ്ലിങ്ങളും ഒന്നിച്ചു നിൽക്കണമെന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് UDF പറഞ്ഞിട്ടാണ് SDPയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കപ്പെട്ടത്. അവിടെയാണ് SDPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത്, ഇത് ഇപ്പോഴെങ്കിലും പാണക്കാട്ടെന്ന് പറഞ്ഞല്ലോ, SDPയുടെ വോട്ടുകൾ മതേതര വോട്ടുകളാണ് എന്ന് പറഞ്ഞല്ലോ എന്നൊരു പരാമർശം കഴിഞ്ഞ ദിവസം നടത്തി. ഇനി ജമാഅത്തെ ഇസ്ലാമിയെ അവർ മതരാഷ്ട്രവാദികളാണെന്ന് മുദ്ര കുത്തുകയാണെങ്കിൽ, ഹമീദ് ചേന്നമംഗലൂർ ഒരു ലേഖനത്തിൽ എഴുതി ചോദിച്ചൊരു ചോദ്യമുണ്ട്. INL ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയാണ്. INL മതരാഷ്ട്രവാദത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് എവിടെയെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ ഹമീദ് ചേന്നമംഗലൂർ ലേഖനത്തിൽ ചോദിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഗോപി, നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് എവിടെയായിരുന്നു? നമ്മൾ നിർത്തിയത് നമ്മൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചർച്ച നടക്കുകയായിരുന്നു. അതെ, എളമരം കരീം ഒരു പ്രസ്താവന നടത്തി. എളമരം കരീം മാത്രമല്ല, ഇപ്പൊ AK ബാലനും പറഞ്ഞു. കാരണം അവിടുത്തെ UDFനകത്തുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. MK മുനീറിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടെന്നുള്ളത് SK നേരത്തെ തന്നെ UDFനെതിരെ വലിയ ആരോപണമായി ഇടതുമുന്നണി ഉന്നയിക്കുന്നതാണ്. ശരിയാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപം വെൽഫെയർ പാർട്ടി അവർക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ മതരാഷ്ട്രവാദത്തെ അവർ അതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു, UDFനെ പിന്തുണയ്ക്കാത്ത സ്ഥലം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ LDFന് കൊടുക്കുമെന്നും പറഞ്ഞു. BJP കൊടുക്കില്ല, ആ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് അവർ. അപ്പൊ ഇവർക്ക് രണ്ട് മുന്നണികളോടും അങ്ങനെ വലിയൊരു സ്ഥായിയായ വിരോധമോ അല്ല. ഞാൻ നേരത്തെ SKN ഇത് പോയ കാലത്ത് ഇവർ LDFന് വോട്ട് കൊടുത്തിട്ടുണ്ട്. UDFിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അത് മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരു ലോക്സഭയിൽ അതുവരെ പ്രഖ്യാപിച്ച പിന്തുണ മാറ്റി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ വാക്പോരുണ്ടാകുന്നു, അകലുന്നു. അങ്ങനെയാണ് SKN ഇത് മാറുന്നത്. അതുവരെ ഇവരുടെ വോട്ട് വാങ്ങിയവരാണ് CPM. ഞാൻ പറഞ്ഞത് അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അത് നേരത്തെ ഇടതുമുന്നണി തേടിയിട്ടുമുണ്ട്, അവർക്ക് നൽകിയിട്ടുമുണ്ട്. അതൊക്കെ വസ്തുതയുമാണ്, അതൊന്നും മറച്ചു വെക്കാനും കഴിയില്ല. ഞാൻ ഇക്കാര്യത്തിൽ ഗോപിയോടുള്ള ഒരു വിയോജിപ്പ്, ഹമീദ് ചേന്നമംഗലൂർ പറഞ്ഞല്ലോ, INL എന്ന് പറയുന്ന അവരും മതരാഷ്ട്രമാണ്. പക്ഷെ അങ്ങനെ INL എന്ന് പറയുന്നത് കൂടുതലും ആ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് വന്ന ആൾക്കാരാണല്ലോ. അവർ കൂടുതലും സുന്നി
വിശ്വാസധാര ഫോളോ എന്തിന്റെ പേരില അല്ല ഞാൻ പറയട്ടെ അല്ല എന്തിന്റെ പേരിലാണ് അല്ല മുസ്ലിം ലീഗ് പോകുന്നത്? അല്ല പോകുന്നത് കുറച്ച് ഈ ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് എന്ത് പറഞ്ഞിട്ടാണ്? ബാബറി മസ്ജിദ് പറഞ്ഞിട്ടാണ് ഓർമ്മയില്ലേ ദിലീപിന്? ഏതാണ് എന്തായിരുന്നു അവരുടെ നിലപാടെന്ന് ഓർമ്മയില്ലേ? അത് പറയാ എനിക്ക് അതാണ് ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ടാണ് ആ വിഷയത്തിൽ. അല്ല അതാണ്, അല്ല മതരാഷ്ട്രവാദം എന്നുള്ള ഒരു നിലപാട് INL-ന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അതേസമയം കറക്ഷൻ ഉണ്ട്, അതായത് മതരാഷ്ട്രവാദം വന്നിട്ടില്ല. അല്ല വെൽഫെയർ പാർട്ടിയെ സംബന്ധിച്ച് അല്ല ഹമീദ് ചേന്നമംഗലൂർ ചോദിച്ചത് ദിലീപ്, ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിച്ചു. ഹമീദ് ചേന്നമംഗലൂർ ചോദിച്ചത് മതരാഷ്ട്രവാദത്തിനെതിരാണ് ഞങ്ങൾ എന്ന് INL എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ്. ലേഖനം ഞാൻ കാണിച്ചു തരാം. ഞാൻ അതൊരു അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. INL-നെ സംബന്ധിച്ച് പാർട്ടിയല്ലേ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദത്തിനെതിരാണ് എന്നുള്ള കാര്യം പറയേണ്ടതില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് അത് ജമാഅത്തെ ഇസ്ലാമിക്ക് അതേ മതരാഷ്ട്രവാദം എന്നത് അവരുടെ ജമാഅത്തിന്റെ മതരാഷ്ട്രവാദം ഇഷ്യൂ നമുക്ക് ചർച്ച ചെയ്യാം. അത് ഉറപ്പായും അക്കാഡമിക് ചർച്ച തന്നെയാണ്. ഹുക്കുമത്തെ ഇലാഹി, അവിടെ മൗദൂദി, ഒരുപാട് ചർച്ചയാണ്. പക്ഷേ CPM ഇക്കാലം അത്രയും സ്വീകരിച്ച പിന്തുണക്കിടയിൽ ഇവർക്ക് മതരാഷ്ട്രവാദം ഉള്ളവരാണെന്നും ഇവർ ഭീകരവാദികളാണെന്നും ഇവരുടെ രാഷ്ട്രം ദുരാഷ്ട്രമാണെന്നും എന്നും അറിയില്ലായിരുന്നു CPM. അല്ല ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ ഈ തീവ്ര നിലപാടുകൾ മുന്നോട്ട് വെക്കുന്നത് അത് ന്യൂനപക്ഷമായാലും ഭൂരിപക്ഷമായാലും അത് ഒരുപോലെ ചെറുക്കേണ്ടതാണ്. അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും ചെറുക്കേണ്ടതുമാണ്. അതിലൊന്നും ഒരു തർക്കവുമല്ല. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരാണ് എന്നുള്ളത് അവരുടെ തന്നെ ഐഡിയോളജിയാണ്. അത് അവർ എവരെയും തിരുത്തിയിട്ടുമില്ല. അതിനാകെ തിരുത്തി പറഞ്ഞിട്ടുള്ളത് VD സതീശൻ എന്ന കേരളത്തിന്റെ ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് മാത്രമാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അവരുടെ നിലപാടിൽ നിന്നും പിന്നോട്ട് പോയിട്ടുമില്ല. മാത്രമല്ല SKN ഒരു ആശയമായി നിൽക്കുന്നതിനേക്കാളും അപകടം അതിന് കൈയും കാലം വെച്ചൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുമ്പോഴാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണത്തോടു കൂടി അതാണ് ഉണ്ടായത്. അപ്പോൾ വെൽഫെയറിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള അവരുടെ പ്രവർത്തനം പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ UDF പണ്ട് അവർ സ്വീകരിച്ചല്ലോ, അതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചു, ഇപ്പോൾ അവർ സ്വീകരിക്കുന്നുണ്ടല്ലോ, മുൻപ് ഞങ്ങൾ സ്വീകരിച്ചു. ഈ ഒരു തർക്കത്തിനപ്പുറം തീവ്രവാദമാണോ മുന്നോട്ട് വെക്കുന്നത്, അതിൽ ഈ 4 വോട്ടിന്റെ ലാഭം നോക്കാതെ അത് ആരായാലും ശരി മാറ്റി നിർത്താനുള്ള രാഷ്ട്രീയ ധാർമ്മികത ആർക്കായാലും ഉണ്ടാകണം. വോട്ട് വാങ്ങിയതിന് CPM മാപ്പ് പറയേണ്ടതുണ്ടോ? ജമാഅത്തിന്റെ വോട്ട് വാങ്ങിയതിന് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും ജമാഅത്തിന് അന്ന് ഉണ്ടായിരുന്നല്ലോ. പോയ കാലത്ത് വോട്ട് വാങ്ങിയതിന് മാപ്പ് പറയേണ്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ രൂപീകരണം എന്നാണ്. അതിനുശേഷമാണോ ഹാഷ്മി പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുന്നത്? വെൽഫെയർ പാർട്ടിയോടാണോ ജമാഅത്തിനോടാണോ? ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണല്ലോ ഹാഷ്മി വെൽഫെയർ പാർട്ടി. മുൻപ് ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ തെരഞ്ഞെടുപ്പുമായി വെൽഫെയർ ആണോ ജമാഅത്താണോ? എന്താണ് ഹാഷ്മി ഇത്? RSS ആണോ BJP ആണോ എന്ന് ചോദിക്കുന്ന പോലെയല്ലേ ഇത്? അതുപോലെ തന്നെയല്ലേ? അതായത് ഇവരുടെ ആശയമാണ് ജമാഅത്ത് മുന്നോട്ട് വെക്കുന്നത്. ആ ആശയത്തിന് കൈയും കാലും വേണമെന്ന് തോന്നുമ്പോഴാണ് അവർ വെൽഫെയർ പാർട്ടി സ്വീകരിക്കുന്നത്. RSS-ഉം BJP-യും തമ്മിലുള്ള വ്യത്യാസമാണത്. മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. CPM-ന് വിയോജിപ്പ് ജമാഅത്തിനോടാണോ വെൽഫെയറിനോടാണോ? ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ വെൽഫെയർ. BJP-യോട് CPM പറയുന്നത് ജമാഅത്തിന് മതരാഷ്ട്രവാദമാണ്, അവർ ഭീകരവാദികളാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ആ ഭീകരവാദികളുടെ വോട്ട് പോയ കാലത്ത് വാങ്ങിയതിന് CPM മാപ്പ് പറയേണ്ടതുണ്ടോ? CPM-ന്റെ കാര്യമാണല്ലോ ഹാഷ്മി. ഞാൻ എന്റെ നിലപാടാണ് അതിനകത്തൊരു അപകടമുണ്ട്. അതിന് ഇപ്പൊ CPM-ന്റെ ആധികാരികമായ അഭിപ്രായം പോയി മറുപടി പറയണമെന്നില്ല. അത് പറയാതിരിക്കാനുള്ള രാഷ്ട്രീയ പക്വത എനിക്കുണ്ട്. ആ ചോദ്യം പ്രതികരിക്കാനുള്ള രാഷ്ട്രീയ പക്വത ഹാഷ്മിക്കാണ് ഇല്ലാത്തത്. അതായത് ഇപ്പം നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമി ഭീകരവാദം എന്ന് വിളിക്കുന്നു. അപ്പൊ CPM എന്ത് പറയാം? ഞങ്ങൾ പോയ കാലത്ത് വോട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അതിന് നിരുപാധികം കേരള സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു, ഇന്ന് മുതൽ ഞങ്ങൾ തിരുത്തുന്നു, ജമാഅത്ത് ഭീകരവാദികൾ എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് രാഷ്ട്രീയ സത്യസന്ധതയാണ്, അല്ലാത്തത് തട്ടിപ്പാണ്. കാര്യം കൂടി പറഞ്ഞല്ലോ. അപ്പോൾ AKG സെന്ററിൽ ജമാഅത്ത് ഇസ്ലാമി നേതാക്കൾ പോയി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അവരോടൊപ്പം തന്നെ സോളിഡാരിറ്റിയുടെ പ്രവർത്തകരും ഉണ്ടായിരുന്നു. ഇതൊന്നും രഹസ്യമല്ല, ഇതൊന്നും രഹസ്യ കൂടിക്കാഴ്ചയല്ല. അത് ആ വിഷയത്തിൽ തന്നെ ഇത് കാണുന്ന ഒറ്റ മിനിറ്റ് പറയണം. ഇത് കാണുന്ന പ്രേക്ഷകർ ഒരുപക്ഷെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ജമാഅത്ത് ഇസ്ലാമി ശരിയോ തെറ്റോ എന്നതല്ലോ, അല്ലെങ്കിൽ അവരെ വെള്ളപൂശലോ അല്ല എന്നുള്ളതല്ല നമ്മുടെ ചർച്ച. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ട് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രചാരണ വിഷയമാകുന്നത് എന്നതാണ്. അതെനിക്ക് തോന്നുന്നത് അതൊരു ക്ലാരിറ്റി വരുത്തുന്നു. അല്ലാതെ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി ഒരു വിഭാഗം മാത്രമല്ല അവരുടെ മതരാഷ്ട്രീയവും ചർച്ച ചെയ്യല്ല. കാരണം ചർച്ചയൊക്കെ അപ്പുറമാണെന്ന് ചർച്ച ചെയ്യണം. പക്ഷെ അത് മറ്റൊരു അക്കാദമിക് ചർച്ചയാണ്. ഓക്കെ, അത് നമുക്ക് വേറെ അവസരത്തിലാവാം. കേരള രാഷ്ട്രീയത്തിലെ ഒരു സവിശേഷമായ രാഷ്ട്രീയ ധാരണയായിരുന്നു 1980 എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കടുത്ത വിമർശകനായ, അതിനു മുമ്പും AK ആന്റണി, ഉമ്മൻചാണ്ടി, വയലാർ രവി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെല്ലാം ഇടത് സഹയാത്രികരായി ഇടതു മുന്നണിക്കൊപ്പം നിന്ന ഒരു സഖ്യമായിരുന്നു 1980 ഉണ്ടായിരുന്നത്. ആ കോൺഗ്രസ് യുവിൻ്റെ ഭാഗമായി ഇവർ മത്സരിച്ചു, ജയിച്ചു. ഇടതുമുന്നണിക്കൊപ്പം CPIM-നൊപ്പം
മത്സരിച്ചു. പക്ഷേ മന്ത്രിസഭയിൽ ചേരുന്നതിൽ CPM-നൊപ്പം ചേർന്ന് അവരുടെ അധികാരം പങ്കിടുന്നതിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള ചില നേതാക്കൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു. അവരാ മന്ത്രിസഭയിൽ ചേർന്നില്ല. പക്ഷേ ആര്യാടൻ മുഹമ്മദിനെ പോലെ നേതാക്കൾ ഈ മന്ത്രിസഭയുടെ ഭാഗമായി. അത് അധികകാലം നീണ്ടു നിന്നില്ല. 2 വർഷക്കാലം കൊണ്ട് തന്നെ ആ മന്ത്രിസഭ തകർന്നു. AK ആന്റണിയും കൂട്ടരും കോൺഗ്രസ് ഐയിലേക്ക് 1982 തിരിച്ചു പോകുന്നു. ഈ മന്ത്രിസഭയിൽ തന്നെ CPIക്ക് 17 MLA-മാരാണ് ആ മന്ത്രിസഭ ആ കാലത്തുണ്ടായിരുന്നത്, ആ നിയമസഭയുടെ കാലത്ത്. അന്ന് ഈ 3 മന്ത്രിസ്ഥാനമാണ് CPIക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ആ 3 മന്ത്രിമാരാരെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി 3 തവണ CPIയുടെ സംസ്ഥാന കൗൺസിലിൽ വോട്ടെടുപ്പ് നടന്നു. അവസാനം PS ശ്രീനിവാസൻ, E ചന്ദ്രശേഖരൻ നായർ, ഡോക്ടർ A സുബ്ബറാവു, ഈ മഞ്ചേശ്വരം, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ടുള്ള നിർണായക മണ്ഡലമായ മഞ്ചേശ്വരം മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന ഡോക്ടർ A സുബ്ബറാവുവിനെയും മന്ത്രിമാരാക്കുന്നതിനാണ് അന്ന് അവസാനം വോട്ടെടുപ്പിലൂടെ CPI തീരുമാനിച്ചത്. ഇതിനുശേഷം ആന്റണിക്കൊപ്പം മാണിയും KM മാണിയുടെ കേരള കോൺഗ്രസും ഇടതുമുന്നണിയിൽ നിന്ന് പടിയിറങ്ങുന്നതായിരുന്നു അന്നത്തെ ആ ചരിത്രം. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. ഇനി നമ്മൾ നമ്മുടെ യങ്സ്റ്റേഴ്സ് ജൻസി അവതരിപ്പിക്കുന്ന പ്രോഗ്രാമിലേക്കാണ്. ഇത്തരം ഇപ്പോൾ ജൻസി മാനിഫെസ്റ്റോയിൽ കടന്നു വരുന്നത് കൊടുങ്ങല്ലൂരിലെ NDA സ്ഥാനാർത്ഥി വർഗീസ് ജോർജാണ്. നിങ്ങൾക്കറിയാം, മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് വർഗീസ് ജോർജ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ നമ്മൾ പൊതുവേ കാണുന്ന ഒരു കാര്യമാണ് സ്ഥാനാർത്ഥി നിർണയം. പിന്നെ ആ സ്ഥാനാർത്ഥിയെ ചുറ്റിപ്പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ചകൾ, വിവാദങ്ങൾ. അപ്പോൾ ഡോക്ടർ വർഗീസ് ജോർജിന്റെ സ്ഥാനാർത്ഥി നിർണയവും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയും അങ്ങനെ വഴിതിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാര്യം NDA സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മറ്റു പാർട്ടികളിൽ കാണുന്ന രീതിയിലുള്ള ഒരു വഴക്കോ അങ്ങനെയുള്ള ഉണ്ടായിട്ടില്ല. പിന്നെ ചർച്ചകളുണ്ടാവും പാർട്ടികളിൽ. കാര്യം വെച്ചാൽ പല സീറ്റുകളും, എസ്പെഷ്യലി 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി ഇപ്പോൾ പുതിയതായിട്ട് NDAയിൽ ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ആ പറയുന്ന പാർട്ടിയിൽ ഒരു സ്ഥാനമുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് 140 മണ്ഡലങ്ങളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഘടകകക്ഷി വരുമ്പോൾ ആ 140 മണ്ഡലങ്ങളിൽ നിന്ന് വേണം കുറച്ച് മണ്ഡലങ്ങൾ തരാനായിട്ട്. അപ്പോൾ ഒബ്വിയസ്ലി ചർച്ചയുണ്ടാവും. വേറെ ആരെങ്കിലും മത്സരിച്ചിരുന്ന സ്ഥലങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അത് ചർച്ചയിൽ കൂടെ എനിക്ക് തോന്നുന്നു വളരെ അത് ഒന്നും ഇതായിരുന്നില്ല, അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വന്നിരുന്നതായിട്ട് എനിക്ക് അറിയുന്നില്ല. സാർ, ഉമ്മൻചാണ്ടിയുടെ മരുമകൻ എന്നുള്ളൊരു ലേബൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഗുണമാണോ അല്ലെങ്കിൽ ദോഷമായിട്ടാണോ ബാധിച്ചിരിക്കുന്നത്? ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ലേബല് ഒരിക്കലും ദോഷമാവില്ല. കാരണം ആ രീതിയിൽ ജീവിച്ച് പേരെടുത്തിട്ടുള്ളൊരു വ്യക്തിയല്ലേ. ആ പേരെങ്ങനെ ദോഷമാവുന്നത്? ഗുണകരമാണ്. പക്ഷേ ഞാനെന്നൊരു വ്യക്തി ആ പേരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല എൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയിലായിരിക്കണം ഞാൻ ഇരിക്കേണ്ടത്. അതുകൊണ്ട് അവിടുത്തെ ആനുകൂല്യങ്ങൾ ഞാൻ കൈപ്പറ്റണമായിരുന്നു. അതിന് പകരം കേരളത്തിലെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ പാർട്ടികളിൽ കുറച്ച് വലിയ പാർട്ടിയായിട്ടുള്ള 2020-ലാണ് ഞാൻ പോയി ചേർന്നത്. അതിൻ്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, അധികം ഹൈറാർക്കികളില്ല, വളരെ സുന്ദരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അവസരം. രാഷ്ട്രീയത്തിൽ അതിൽ കൂടുതലൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. ശ്രീ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്താണ് ഞാൻ 2020-ൽ ജോയിൻ ചെയ്യുന്നത്, 2020-21 കാലഘട്ടത്തിൽ. അപ്പോൾ അന്നും കുടുംബത്തിൽ ചർച്ചയുണ്ടായിരുന്നു, എതിർത്തിട്ടല്ല, എൻ്റെ ആഗ്രഹങ്ങൾ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്ന ഒരു പ്ലാറ്റ്ഫോം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ഈസി ആയിട്ട്, ഉദാഹരണത്തിന് സാബു ജേക്കബിനെ പോലെയുള്ളൊരു അഗ്രസീവ് നേതാവ്, അവരുടെ ഉദ്ദേശം മുഴുവൻ സേവനമാണ്. മറ്റുള്ള നേതാക്കന്മാർ അങ്ങനെ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക, ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ആളുകളുടെ അഗ്രഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയും സാബു ജേക്കബ് ഒരു 3-4 പോയിന്റ് മേലെയായിട്ടിരിക്കുന്നു. പക്ഷേ സ്വാഭാവികമായിട്ടൊരു ദേശീയ പാർട്ടിയും 2020 തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രൊഫൈലിൻ്റെ ഗുണം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഞാൻ വലിയൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യണമായിരുന്നു, കൊള്ളാവുന്നൊരു പൊസിഷനിൽ പോയി ജോയിൻ ചെയ്യുന്നതായിരുന്നു. നമ്മളൊരു ചെറിയ പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ ലക്ഷ്യം അത് വെച്ചിട്ട് ഇത് എടുക്കുക എന്നുള്ളതല്ല. അത് മാത്രമല്ല, ഞാൻ പാർട്ടിയിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം ചോദിച്ചു വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഈ പറയുന്ന ചെറിയ പാർട്ടി ആയിരുന്നെങ്കിൽ പോലും ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന, വീടുകൾ കയറി ആളുകളായിട്ട് സാധാരണ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലാണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലിരുന്ന് ഉദ്ഘാടനങ്ങൾക്ക് പോവുക, പ്രസംഗങ്ങൾക്ക് പോവുക എന്നുള്ളതിനേക്കാൾ എനിക്ക് ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാനിവിടെ 2.5 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു 7000 വീടുകളോളം ഞാൻ കയറിയിട്ടുണ്ട്. ഒരു ഉമ്മൻചാണ്ടിയുടെ ലാബിൽ വെച്ചിട്ട് 7000 വീട് കയറാനും ഇത്ര കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? അപ്പോൾ അതോടൊപ്പം തന്നെ ഉള്ളൊരു ചോദ്യമാണ്, ഇപ്പം നേരത്തെ ചോദിച്ചതുപോലെ കോൺഗ്രസുമായിട്ട് അത്രയും ബന്ധമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സിൽ താങ്കൾക്ക് ഇഷ്ടമല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അതിലോട്ട് അട്രാക്റ്റഡ് ആവാതിരിക്കാനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണ്? അട്രാക്റ്റഡ് ആവാതിരിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഒരു കോംപ്ലക്സിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതിൽ നമ്മൾ ഒരു കംഫർട്ട് സോൺ ഉണ്ട്. അതായത് ഓരോരുത്തരുടെ വേ ഓഫ് ഓപ്പറേഷനാണ്. ഇപ്പോൾ
നിങ്ങൾക്ക് റിലയൻസിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം, റിലയൻസിൽ ഒരു ജൂനിയർ പൊസിഷനിൽ വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ സ്റ്റാർട്ടപ്പിൽ പോയിട്ട് CEO ആയിട്ട് വർക്ക് ചെയ്യാനായിരിക്കും താല്പര്യം. കാര്യം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഹേർഡിൽസ് ഇല്ലാണ്ട് ഒരു ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ കിട്ടുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസ്ട്രിക്റ്റഡ് എൻവയോൺമെൻറ്റിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഒരു ഓപ്പൺ ഏരിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീഡം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതിൽ ശരിയോ തെറ്റോ എന്നുള്ളത് മാത്രം നോക്കുക. പക്ഷേ യു ഹാവ് ദ ഫ്രീഡം ടു ഓപ്പറേറ്റ്. ആ ഒരു ഫ്രീഡം എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു പാർട്ടികളിലും. പിന്നെ അത് കോൺഗ്രസിൻ്റെ മാത്രം കുറ്റമായിട്ട് പറയല്ല. കാര്യം അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്, അവിടെ ഒരു ഹൈറാർക്കി ഉണ്ട്, അവിടെ ഒരു പോളിസി മാറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് നാളെ പോയിട്ട് വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ എത്തി അതിൻ്റെ അപ്രൂവലൊക്കെ എടുത്തിട്ട് വരാനായിട്ട് സമയമെടുക്കും. വളർന്നു വരുന്ന ഒരു യുവ നേതാവ് എന്നുള്ള രീതിയിൽ ചാണ്ടി ഉമ്മൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് യുവ നേതാവ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചാണ്ടി ഉമ്മൻ നോക്കിക്കാണുന്നു. ചാണ്ടി ഉമ്മനുമായിട്ടുള്ളൊരു ബന്ധം എങ്ങനെയാണ്? ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ചന്ദനം മണക്കുമല്ലോ. അപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ് ചാണ്ടി ഉമ്മൻ. അതിൻ്റെ ഒരു 5% കാലിബറെങ്കിലും ചാണ്ടി ഉമ്മൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിലെ ഏറ്റവും നല്ല നേതാവായിട്ട് ചാണ്ടി വരും. അപ്പോൾ വീട്ടിൽ രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവുന്നുണ്ടോ അതോ അഭിപ്രായ വ്യത്യാസങ്ങളും? ഞാൻ പറയട്ടെ, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് രാഷ്ട്രീയ ചർച്ച നടത്തിയിട്ട് കേരളത്തിൽ എന്ത് മാറ്റം ഉണ്ടാവാനാ? മനസ്സിലായോ? അഭിപ്രായങ്ങളോ ഇതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. അപ്പം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഞാൻ രാഷ്ട്രീയത്തിൽ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അറിയാനായിട്ട് ചോദിക്കുക എന്നുള്ളത് അല്ലാണ്ട് ചോദ്യം ചെയ്യുക എന്നുള്ളതല്ല. പക്ഷേ അതിനൊക്കെ രസകരമായിട്ട് തമാശയിൽ കൂടെ ഞങ്ങൾ സംസാരിച്ച് മാറുക എന്നുള്ളതല്ലാതെ ആ ചെയ്തു തെറ്റായിപ്പോയി, ഈ ഫയലിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയി, ഭരണം പോകുമ്പോൾ ഇങ്ങനെ ചെയ്യാമോ എന്നുള്ളൊരു ചോദ്യോത്തര ഇതൊന്നും ഞങ്ങളുടെ കുടുംബത്തിലില്ല. അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞാൻ പറയുക. ടെലിവിഷൻ റേറ്റിംഗ് കണക്കാക്കുന്നതിൽ പുതിയ പരിഷ്കാരം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിന് കണക്കാക്കലെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തീരുമാനിച്ചു. കഴിഞ്ഞ കുറച്ചധികം കാലമായി ഇതൊരു ചർച്ചയായിരുന്നു. 24 ഇതിനു വേണ്ടി വലിയൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. ലാൻഡിംഗ് പേജ് എടുത്ത് അതിലൂടെ ഒരു വാർത്താ ചാനലോ അല്ലെങ്കിൽ ഒന്നിലധികം വാർത്താ ചാനലുകളോ ലാൻഡിംഗ് പേജിൽ 1, 2, 3 ലാൻഡിംഗ് പേജിൽ കരസ്ഥമാക്കി കൂടുതൽ റേറ്റിംഗ് ഉറപ്പുവരുത്താനുള്ള മാർക്കറ്റിൽ കൂടുതൽ വിപണന സാധ്യത കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് തടയിട്ടുകൊണ്ട് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം അസന്നിഗ്ധമായി തീരുമാനിച്ചിരിക്കുന്നു. ഇനി മുതൽ ടെലിവിഷൻ റേറ്റിംഗ് തീരുമാനിക്കുന്നതിൽ ലാൻഡിംഗ് പേജ് നിർണായക ഘടകമാകില്ല. അതൊരു മാർക്കറ്റിംഗ് ടൂളായി മാത്രമേ കാണാൻ കഴിയൂ. ഒരു കാരണവശാലും ടെലിവിഷൻ റേറ്റിംഗ് ഒരു ചാനലിൻ്റെ ടെലിവിഷൻ പൊസിഷനോ അല്ലെങ്കിൽ റേറ്റിംഗോ കണക്കാക്കുന്നതിന് ഈ ലാൻഡിംഗ് പേജ് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലായി കാണും. നമ്മൾ ഒരു ടെലിവിഷൻ ചാനൽ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് വരുന്ന ചാനൽ അതാണ് ഒന്നാമത്തെ ലാൻഡിംഗ് പേജ് ചാനൽ. അത് കഴിഞ്ഞ് ചിലപ്പം ചില കേബിൾ നെറ്റ്വർക്കിൽ ഒരു ചാനലൂടെ കാണും, അത് രണ്ടാമത്തെ ലാൻഡിംഗ് പേജ് ആവും. ചിലപ്പോൾ 3 വരെ പോകും, മൂന്നാമതും ലാൻഡിംഗ് പേജ് കാണും. അപ്പോൾ പക്ഷേ ഇത്തരം മാർക്കറ്റിംഗ് രീതികളോട് വാർത്താവിതരണ മന്ത്രാലയം യോജിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത്തരം രീതികൾ അനുവദിക്കാൻ ബാർക്കാണ് ഇന്ത്യയിലെ റേറ്റിംഗ് ഏജൻസി ടെലിവിഷൻ റേറ്റിംഗ് നടത്തുന്നത്. ഈ ബാർക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി വാർത്താവിതരണ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു. ഇതിനുവേണ്ടി NBF എന്ന ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ എന്ന സംഘടന, അന്ന ഗോസ്വാമി പ്രസിഡന്റായുള്ള സംഘടന കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന് കുറച്ചധികം കാലമായി ഇങ്ങനെ മെമ്മോറണ്ടങ്ങൾ കൊടുത്ത് കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും 24 നൽകിയിട്ടുള്ള വാർത്തകളുടെ ഒരു ഇമ്പാക്റ്റായിട്ട് വേണമെങ്കിൽ കാണാം. ഡൽഹിയിൽ നിന്ന് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി PR അരവിന്ദ് തത്സമയം ചേരുകയാണ്. അരവിന്ദ്, എപ്പോഴാണ് ഇത്തരമൊരു വാർത്താക്കുറിപ്പ് കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിൽ നിന്ന് വന്നത്? ഇതിൻ്റെ വിശദമായി എന്താണ് നമുക്കറിയാൻ കഴിഞ്ഞത് വാർത്താവിതരണ മന്ത്രാലയത്തിൽ നിന്ന്? SK 5 മിനിറ്റ് മുമ്പാണ് ഒരു നിർണായകമായ തീരുമാനം കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ടെലിവിഷൻ റേറ്റിംഗിൽ പുതിയ പരിഷ്കാരങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലാൻഡിംഗ് പേജ് വഴിയുള്ള വ്യൂവർഷിപ്പ് ഇനി മുതൽ റേറ്റിംഗിൽ കണക്കാക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. വലിയ വിലയ്ക്ക് ലാൻഡിംഗ് പേജുകൾ വാങ്ങി ഈ വ്യൂവർഷിപ്പിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ വലിയ രീതിയിൽ ചാനലുകൾ ശ്രമം നടത്തുന്നു. അത്തരമുള്ള ശ്രമം ഇനി നടക്കില്ല എന്നതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. സുപ്രധാനമായ തീരുമാനമാണ്. കൃത്യമായി ജനങ്ങൾ കാണുന്ന ചാനലുകൾക്ക് മാത്രമായിരിക്കും ഇനി വ്യൂവർഷിപ്പ് ലഭിക്കുക. പണം നൽകി ലാൻഡിംഗ് പേജുകൾ വാങ്ങിച്ചാൽ അത് വ്യൂവർഷിപ്പിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വാർത്താവിതരണ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ലാൻഡിംഗ് പേജുകൾ ഇനി വെറും മാർക്കറ്റിംഗ് ടൂളായി മാത്രമായിരിക്കും ഉപയോഗിക്കുക എന്നതുകൂടി ഇപ്പോൾ വാർത്താവിതരണ മന്ത്രാലയം വ്യക്തമാക്കുന്നു. റേറ്റിംഗിൽ കൃത്രിമം കാണിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഈ നീക്കമെന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ലാൻഡിംഗ് പേജുകൾ വാങ്ങിക്കൊണ്ട് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വ്യൂവർഷിപ്പ് തങ്ങൾക്കുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പല ചാനലുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിരവധി പരാതികൾ 24 അടക്കം
അടക്കം നൽകിയിരുന്നു. എന്തായാലും കൃത്യമായ ഇടപെടൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്തായാലും റേറ്റിംഗിന്റെ വിശ്വാസ്യത കൂട്ടുന്നതിനായി വിവരങ്ങൾ ശേഖരിക്കുന്ന വീടുകളുടെ എണ്ണം കൂട്ടുമെന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ TV റേറ്റിംഗ് ഏജൻസികൾക്കുള്ള ആസ്തി മാനദണ്ഡങ്ങളും ഇപ്പോൾ ലഘൂകരിച്ചിരിക്കുന്നു. യോഗ്യതാ മാനദണ്ഡം 20 കോടിയിൽ നിന്ന് 5 കോടി രൂപയായിട്ടാണ് കുറച്ചിരിക്കുന്നത്. എന്തായാലും സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനം ലാൻഡിംഗ് പേജുകളിലെ വ്യൂവർഷിപ്പ് അതൊരു ചാനലിന്റെ റേറ്റിംഗ് ആയി കണക്കാക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. പണം ഒഴുക്കിക്കൊണ്ട് ഇത്തരത്തിൽ വ്യൂവർഷിപ്പ് സ്വന്തമാക്കുന്ന ചാനലുകളുടെ ഒരു നടപടി അത് ഇനി ഒരിക്കലും നടക്കാക്കില്ല. കൃത്യമായി ജനങ്ങൾ കാണുന്ന ചാനലുകൾക്ക് മാത്രമായിരിക്കും ആ റേറ്റിംഗ് ലഭിക്കുക. ഇനി ഈ ലാൻഡിംഗ് പേജുകൾ വാങ്ങുന്നത് ഒരു മാർക്കറ്റിംഗ് ടൂളിന് മാത്രമായിരിക്കുമെന്നതും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും കൃത്യത മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. കൂടുതൽ വീടുകളിലേക്ക് ബാർക്ക് മീറ്ററുകൾ എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കൃത്രിമത്വം ഈ ബാർക്ക് റേറ്റിംഗിൽ ഉണ്ടാകുന്നുവെന്ന വിമർശനം വിവിധ കോണിൽ നിന്ന് ഉണ്ടായിരുന്നു. വിവിധ പരാതികൾ ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും നിലവിലെ ഏജൻസികൾ 6 മാസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കും. കൂടുതൽ വീടുകളിലേക്ക് ബാർക്ക് മീറ്ററുകൾ എത്തിക്കും. ഏകദേശം 80,000 വീടുകളിലേക്ക് കൂടുതൽ ബാർക്ക് മീറ്ററുകൾ എത്തിക്കുവാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഡേറ്റയും അതുപോലെ തന്നെ ഈ രീതി ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്ന രീതി അടക്കം വെബ്സൈറ്റുകളിൽ ഏജൻസികൾ കൃത്യമായി പ്രസിദ്ധീകരിക്കണമെന്ന് കൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കൃത്രിമത്വമായി ലാൻഡിംഗ് പേജുകൾ വലിയ രീതിയിൽ പണം ഒഴുക്കിക്കൊണ്ട് വാങ്ങുന്ന ചാനലുകളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലാൻഡിംഗ് പേജിലെ വ്യൂവർഷിപ്പുകൾ അത് ഒരിക്കലും ഒരു ചാനലിന്റെ റേറ്റിംഗ് ആയി കണക്കാക്കാൻ സാധിക്കില്ല. അത് ഇനി മുതൽ കണക്കാക്കില്ല എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. PR അരവിന്ദാണ് നമുക്കൊപ്പം ചേർന്ന്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ വാർത്താവിതരണ മന്ത്രാലയം ശ്രമിക്കുന്ന ഈ റേറ്റിംഗ് ഏജൻസികളിലും അതുപോലെ തന്നെ റേറ്റിംഗ് ഇന്ത്യയിൽ റേറ്റിംഗ് നിലനിർത്തുന്നത് നമുക്കറിയാം. ഈ ടെലിവിഷൻ റേറ്റിംഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ പരസ്യ കമ്പനികളും അതുപോലെ തന്നെ പരസ്യം വേണ്ടുന്ന ആളുകളും മാത്രമാണ്. ജനങ്ങൾക്ക് ഇതുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം സാധനങ്ങൾ വിറ്റഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയാണ് ഏത് വാർത്താ ചാനലുകളാണ് അല്ലെങ്കിൽ ഏത് എൻ്റർടൈൻമെൻറ്റ് ടെലിവിഷൻ ചാനലാണ് ജനങ്ങൾ കാണുന്നത് എന്നറിയിക്കാൻ വേണ്ടിയാണ് ഈ ടെലിവിഷൻ റേറ്റിംഗ് വരുന്നത്. അതിൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു മീറ്റർ ഒരു വീട്ടിൽ ഘടിപ്പിക്കുന്നു. അത് കേരളത്തിൽ 2500 മീറ്റർ ഉണ്ടെന്നാണ് കണക്ക്. ഈ മീറ്റർ യഥാർത്ഥത്തിൽ ടെലിവിഷൻ സെറ്റുമായി ഘടിപ്പിക്കുന്നു. അപ്പോൾ ഒരു പ്രേക്ഷകൻ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ അത് റീഡാവുന്നു. അപ്പോൾ എത്ര നേരം അയാൾ ഈ പ്രത്യേക ടെലിവിഷൻ ചാനലിൽ നിൽക്കുന്നുവോ അതിനെ ആ ടെലിവിഷൻ ചാനലിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഗുണിച്ച് കിട്ടുന്ന ആകത്തുകയാണ് ടെലിവിഷൻ റേറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് വളരെ മനുഷ്യൻ്റെ ഇടപെടൽ ഇല്ലാതെ നടത്തുന്ന ഒരു സംഭവമാണ് എന്നാണ് പലപ്പോഴും ഈ റേറ്റിംഗ് ഏജൻസികൾ പറയുന്നത്. എന്നാൽ അത്തരം കാര്യങ്ങളല്ല ഇന്ത്യയിൽ നടക്കുന്നത്. ഇന്ന് 24 ഉൾപ്പെടെയുള്ള ചാനലുകൾ പരാതി പറഞ്ഞതിന് ശേഷം വെളിവായി. ഇപ്പോൾ കേന്ദ്ര വാർത്താവിതരണ മന്ത്രാലയം എടുത്ത തീരുമാനം കുറേ മാസങ്ങളായി വാർത്താവിതരണ മന്ത്രാലയത്തിൽ കടുത്ത ആലോചനയ്ക്കും വിലയിരുത്തലിനുമൊക്കെ വിധേയമായ കാര്യമാണ്. ലാൻഡിംഗ് പേജുകൾ എടുത്തിട്ടുള്ള വാർത്താ ചാനലുകൾക്ക് ടെലിവിഷൻ റേറ്റിംഗിൽ ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയുകയാണ് മിനിസ്ട്രി ഓഫ് INB. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരും കാലത്ത് ഇപ്പോൾ ബാർക്ക് എന്ന് പറയുന്ന ഒരൊറ്റ ഏജൻസിയാണ് ഇന്ത്യയിൽ റേറ്റിംഗ് നടത്തുന്നത്. ഇനി മുതൽ ഒന്നിലധികം ഏജൻസികൾ ഇന്ത്യയിൽ വരും എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ റേറ്റിംഗ്. ബാർക്ക് പോലെ ഒരു ഏജൻസി നമുക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഇനി 20 കോടി രൂപയുടെ നെറ്റ്വർക്ക് ആവശ്യമില്ല, 5 കോടി മതി എന്ന് പറയുന്ന സർക്കാർ ചുരുക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ കൂടുതൽ റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയിൽ വരും. അതിൻ്റെ പരിണതഫലം എന്താണെന്ന് അറിയില്ല. എന്തായാലും ലാൻഡിംഗ് പേജ് വഴി റേറ്റിംഗ് ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിന് അന്ത്യം കൽപ്പിക്കുവാൻ വാർത്താവിതരണ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു. ആഷ്മി, ഞാൻ സംശയം ചോദിച്ചോട്ടെ? അല്ലെങ്കിൽ തന്നെ ഈ റേറ്റിംഗ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ചാണ് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റിംഗ് ടൂൾ മാത്രമാണ്. അപ്പൊ ലാൻഡിംഗ് പേജ് മാർക്കറ്റിംഗ് ടൂൾ മാത്രമാണ് എന്നെടുത്ത് പറയുന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അല്ല, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ റീച്ച് കൂട്ടാൻ ഈ ലാൻഡിംഗ് പേജ് ഉപയോഗിക്കാം. അത് തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു ചാനൽ ഒരു ടെലിവിഷൻ സെറ്റ് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ചെന്ന് വീഴുന്ന ചാനൽ കുറച്ചു നേരം നമ്മൾ നിൽക്കുമല്ലോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നിങ്ങളുടെ പരസ്യത്തിനും നിങ്ങളുടെ ഒരു സ്വാധീനത്തിനും ഉപയോഗിക്കാം. പക്ഷേ അത് നിങ്ങൾ ഒരു റേറ്റിംഗ് കണക്കാക്കുന്ന സമയത്ത് ആദ്യം പോയി ചാനൽ എത്ര സെക്കൻഡ് ഇയാൾ കണ്ടു അത് എടുക്കാൻ പാടില്ല. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു സെക്കൻഡ് ഫിക്സ് ചെയ്യും. അതിന് എങ്ങനെയായിരിക്കും? അത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. കാരണം ഈ ലാൻഡിംഗ് പേജ് വഴി ഇപ്പോൾ ആഷ്മി ഒരു ചാനൽ കാണുമ്പോൾ അതിൽ നിന്ന് ആഷ്മി ആദ്യത്തെ 10 സെക്കൻഡ് എടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണിത്? ഇപ്പോൾ നേരത്തെ നാപ്റ്റോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, ഈ സാധനം അതായിരുന്നു
സ്ഥിരമായ ലാൻഡിംഗ് അതെ, അതെ, അതെ. അത് കണ്ടേ പറ്റൂ നമ്മൾ. അത് കണ്ടേ പറ്റൂ. കാരണം ഈ ഒരു കസ്റ്റമറിന്റെ സ്വാതന്ത്ര്യത്തെയാണല്ലോ ഇത് ഒരു രീതിയിൽ വെല്ലുവിളിക്കുന്നത്. അയാൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണാൻ അയാൾക്ക് അനുവദിക്കണം എന്നുള്ളതാണ്. ഇതാണ് വാർത്താവിതരണ മന്ത്രാലയത്തിന്റെ നിലപാട്. കസ്റ്റമറിന്റെ മുന്നിൽ നമ്മൾ തടഞ്ഞു നിൽക്കാൻ പാടില്ല. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് എന്തായിരിക്കും ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം എന്നറിയില്ല. മിക്കവാറും എല്ലാ സംസ്ഥാനത്തും ഈ ലാൻഡിംഗ് പേജിന്റെ പ്രശ്നം ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ മാത്രമല്ല. നമ്മൾ ചാനൽ വെച്ച് നോർമലി ഈ ലാൻഡിംഗ് പേജ് വരുന്ന ചാനൽ ഉണ്ടല്ലോ, അത് കാണാനാണ് അപ്പോൾ നമ്മുടെ താല്പര്യം. അങ്ങനെയാണെങ്കിലോ നമുക്കത് കാണാം. അല്ല അവരൊരു സെക്കൻഡ്സ് വെക്കുന്നത്, ആദ്യത്തെ 15 സെക്കൻഡ് ഇതിന്റെ വാല്യൂ എടുക്കില്ല ഈ ലാൻഡിംഗ് പേജ് വഴി. അങ്ങനെ എന്തോ ഒരു സംഭവമാണ് അവർ ആലോചിക്കുന്നത്. പക്ഷെ അതൊക്കെ എത്രമാത്രം സങ്കീർണമായിരിക്കും നമുക്കറിയില്ല. ബാർക്ക് പോലെ കുറേയധികം ഏജൻസികൾ വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവമായിരിക്കും. അല്ല, ഇത് മാത്രമല്ല, ഇപ്പൊ 24 വിചാരിച്ചാലും ഒരു ഏജൻസി തുടങ്ങാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറും. കാരണം പക്ഷേ പ്രധാനമായിട്ടും ഒന്നിലധികം ഏജൻസികൾ അനുവദിക്കണം എന്നുള്ള നിലപാടിലാണ് ഇപ്പൊ വാർത്താവിതരണ മന്ത്രാലയം നിൽക്കുന്നത്. കുത്തക അതെ, അതെ. ഒരു ഇന്ത്യൻ പ്രക്ഷേപണ രംഗത്തേക്ക് കുത്തകൾ വരുന്നതിന്റെ ദുസ്വാധീനം എന്താണ് എന്ന് വാർത്താവിതരണ വകുപ്പ് മന്ത്രിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അത് കടന്നു കാണാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത്. അന്ന് നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ഈ വാർത്ത കൊടുത്തപ്പോൾ ഇത് അത്ര വലിയൊരു വാർത്തയാണോ എന്ന് ചില പ്രേക്ഷകർക്ക് തോന്നാം. പക്ഷേ ഇത് ഇന്ത്യൻ ടെലിവിഷൻ വിപണി മാർക്കറ്റിനെ സംബന്ധിച്ച് 5000 കോടി രൂപയുടെ ആ വിപണിയെ സംബന്ധിച്ച് 50,000 കോടി രൂപയുടെ അത് വലിയൊരു കാര്യം തന്നെ. 50,000 കോടി വിപണിയാണ് സ്വാധീനിക്കുന്നത്. അത് ആ രംഗത്ത് ഒരു ശുദ്ധീകരണം നടത്തുക എന്നത് ഇപ്പോൾ തന്നെ പല പ്രേക്ഷകരും നിർബന്ധിതരാവുകയാണ്. ആ ലാൻഡിംഗ് പേജ് കാണുന്നത് ടെക്നിക്കലി ചെയ്തു വെക്കാൻ പറ്റും. ഇത്ര സെക്കൻഡ്സ് കഴിഞ്ഞ് അതിൽ പോകാൻ പറ്റും. അതെ, ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും. അതില് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാർ, ഇത് സർക്കാർ ഒരു വാർത്താക്കുറിപ്പ് മാത്രമല്ല, ഗവൺമെന്റ് ഇത് വിജ്ഞാപനമായി പുതിയ ടെലിവിഷൻ നയം 2026 ടെലിവിഷൻ നയം പ്രാബല്യത്തിൽ വന്ന് കഴിഞ്ഞിരിക്കുകയാണ്. ആ റേറ്റിംഗ് ഏജൻസികളിൽ ഈ സുതാര്യത, അതായത് ഈ നേരത്തെ SKN പറഞ്ഞതുപോലെ ലാൻഡിംഗ് പേജിലൂടെ ലഭിക്കുന്ന വ്യൂവർഷിപ്പ് റേറ്റിംഗിന് കണക്കാക്കില്ല. അത് മാർക്കറ്റിംഗ് ഉപാധിയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. പിന്നെ ബ്രോഡ്കാസ്റ്റർമാർ അവരുടെ ഈ ചാനൽ ലാൻഡിംഗ് പേജിൽ ലഭ്യമാണോ എന്ന് റേറ്റിംഗ് ഏജൻസിയെ അറിയിക്കുകയും വേണം. അത്തരം കാര്യങ്ങളുണ്ട്. ഇതനുസരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ശിക്ഷാ നടപടികൾ താൽക്കാലികമായി റേറ്റിംഗ് നിർത്തലാക്കുന്നത് മുതൽ രജിസ്ട്രേഷൻ റദ്ദാക്കൽ വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് SKN ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സാമ്പിളിംഗ് സൈസ് വർദ്ധിപ്പിക്കുക എന്നതാണ്. 80,000 മീറ്ററുകൾ അടിയന്തിരമായി വ്യാപിപ്പിക്കണം എന്ന കാര്യം പറയുന്നുണ്ട്. അത് 1,20,000 എത്തിക്കണം എന്ന കാര്യവും പറയുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ബോർഡിൽ കുറഞ്ഞത് 50% സ്വതന്ത്ര ഡയറക്ടർമാരായിരിക്കണം. അതായത് ബ്രോഡ്കാസ്റ്റർമാർ, പരസ്യദാതാക്കൾ, പരസ്യ ഏജൻസികൾ എന്നിവരുമായി ബന്ധമില്ലാത്തവരായിരിക്കണം എന്ന കാര്യവും ഈ വിജ്ഞാപനത്തിൽ പുതിയ TV റേറ്റിംഗ് നയത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്ന ആ വാർത്ത, ഈ ടെലിവിഷൻ റേറ്റിംഗ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സത്യയിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്ത, അതിനിപ്പോൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ ഒരു സാധൂകരണം കൂടി വരികയാണ്. SKN ഇപ്പോൾ തന്നെ നമ്മുടെ അർണാബ് ഗോസ്വാമി, നമ്മുടെ ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷൻ്റെ അധ്യക്ഷൻ, നമുക്ക് ഒരു സന്തോഷമൊക്കെ അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് ഇതിനകത്ത് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അർണാബ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നു, ഞാൻ നടത്തിയ ഒരു പോരാട്ടത്തിൽ എന്നോടൊപ്പം നിന്ന നമ്മുടെ 24 പോലുള്ള വാർത്താ ചാനലുകളെല്ലാം അഭിനന്ദിക്കുന്നു എന്നാണ് അർണാബ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഒരു ദിലീപ് സൂചിപ്പിച്ച ഒരു വിജ്ഞാപനമായിട്ട് ഇറക്കിയിരിക്കുക, അതായത് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമല്ല, ഇതൊരു വിജ്ഞാപനം, ഒരു പോളിസിയായിട്ട് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഗോപി, ഇത് ഗവൺമെൻറ്റിൻ്റെ വാർത്താവിതരണ വകുപ്പിൽ കുറച്ച് കാലമായിട്ട് അവിടെ ചർച്ചയിലാണ്. ഈ ചർച്ച പൊളിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ചില കുത്തകൾ അവിടെ നമ്മുടെ പൂച്ച വെറ്റി കിടക്കുന്നു എന്നൊക്കെ VD സതീശൻ പറഞ്ഞ പോലെ ഇവരിവിടെ പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അത് മാത്രമല്ല ഇത് ഇന്ത്യയിലെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് കുത്തക ഏതാണ്ട് 70% ഒരു കുത്തക കൈവശം വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ സ്വാധീനം, അവരൊക്കെ യഥാർത്ഥത്തിൽ വാർത്താവിതരണ വകുപ്പിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിവുള്ളവരാണ്. എന്നിട്ടും അതെല്ലാം കടന്നുപോയി ഈ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവിന് ഇത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. എന്തായാലും ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് ഫെഡറേഷനാണ് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അവർക്കിത് അവരുടെ അഭിനന്ദന സന്ദേശമൊക്കെ അറിയിച്ചിട്ടുണ്ട്. താങ്ക്സ് അർണാ ഗോസ്വാമി, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. എനിക്ക് തോന്നി കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിൽ ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറഞ്ഞത് ഇത് കൺസ്യൂമറുടെ അല്ലെങ്കിൽ കസ്റ്റമറുടെ റൈറ്റ് ടു ചോയ്സ്, ക്രെഡിബിലിറ്റി, അതാണ് റൈറ്റ് ഓഫ് ചോയ്സ്, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. റേറ്റിംഗ് ഏജൻസികളുടെ വിശ്വാസ്യത നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ഇംബാലൻസ് ആണല്ലോ, ഒരാൾക്ക് പണം ഉണ്ടെങ്കിൽ അയാൾക്ക് ലാൻഡിംഗ് പേര് താവഴി പോകും. നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള നമുക്ക് MS കുറ്റം പറയാൻ പറ്റത്തില്ല, കാരണം അവർക്കിത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കേബിൾ നെറ്റ്വർക്കിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സാധ്യത അവർ ഉപയോഗിക്കുന്നു.
പക്ഷേ ഇന്ത്യയിലെ ഒരു വാർത്താവിതരണ വകുപ്പ് ഇന്ത്യൻ ടെലിവിഷൻ ചാനലുകളെ ഏതാണ്ട് 800-850 ടെലിവിഷൻ ചാനലുകൾ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അവരെടുത്ത ഒരു കടുത്ത തീരുമാനമാണത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് വാർത്താവിതരണ വകുപ്പിൽ നിന്ന് വന്ന ഒരു ഏറ്റവും മികച്ച തീരുമാനമാണ്. നമ്മൾ ഈ റേറ്റിംഗ് കള്ളത്തരത്തിന്റെ നമ്മൾ നടത്തുന്ന ഫൈറ്റൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ ഒരു ധാർമ്മിക പിന്തുണ തീർച്ചയായിട്ടും നമുക്കുണ്ട്. ബാർക്കിനെ അസ് എ ഹോൾ പറയുന്നില്ലെങ്കിൽ അതിലൊരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങി നമ്മൾ തെളിവ് സഹിതം സമർപ്പിച്ചാണ്. അത് അന്വേഷണം നടക്കുന്നത്. അപ്പൊ എസ്കെൻ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത് അവരുടെ ഈ പറഞ്ഞ ഫെയിലൂറാണ്. അപ്പൊ നമ്മളിപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാവും നമ്മളതൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞു. നമ്മളത് ഉപേക്ഷിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മൾ അന്വേഷണത്തിലാണ്. മാത്രമല്ല ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യസന്ധമായിരുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ രേഖകൾ നമ്മുടെ സംസ്ഥാന പോലീസ് ആധികാരികമായി പരിശോധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അതും നമുക്ക് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്തരം ഒരു വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ പല ആളുകളും നെറ്റിച്ചുളിഞ്ഞു, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഈ വാർത്ത പുറത്തുവിടുന്നത് എന്ന്. അപ്പോൾ ഈ വാർത്ത പുറത്തുവിടുന്നതിന് ആധികാരികമായ രേഖകളുടെ പിൻബലമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കേരള പോലീസിലെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് എന്നുകൂടി പ്രേക്ഷകരെ ഞങ്ങൾ അറിയിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് ഒരു അയവും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമാധാന കാംക്ഷികൾക്കെന്നും അവർക്ക് വെള്ളരി പ്രാവുകൾ പറന്നത് കാണാൻ കഴിഞ്ഞില്ല. അയ്യാതെ സംഘർഷം പശ്ചിമേഷ്യയിൽ. അപകടകരമായ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വന്ന ദിവസമാണെന്ന്. പശ്ചിമേഷ്യയിൽ 10,000 സൈനികരെ കൂടി വിന്യസിക്കാൻ അമേരിക്ക നീക്കം നടത്താൻ തീരുമാനിച്ചു. പിന്നാലെ ഇറാന്റെ പ്രഖ്യാപനം വന്നു, കരയുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ്. 10 ലക്ഷം സൈനികരെ കരയുദ്ധത്തിന് അണിനിരത്തുമെന്ന് ഇറാൻ വാർത്താ ഏജൻസികൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ശരിക്കും ഈ കരസേനയുടെ കരുത്തിൽ ഇറാനെ കടത്തിവെട്ടാൻ അമേരിക്ക കഴിയില്ലെന്ന് നമുക്കറിയാം. മാത്രമല്ല അമേരിക്ക ഊർജ്ജ നിലയങ്ങൾക്ക് നേരെ ഇസ്രയേലൊക്കെ നടത്താനുള്ള ആക്രമണങ്ങൾക്ക് 10 ദിവസത്തെ കൂടി അവധി വെച്ചു കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ്. എന്തായാലും അദ്ദേഹം അതിലൂടെ എന്തൊക്കെ നേടും എന്നറിയില്ല. ഞാൻ മുഹമ്മദ് റഗീസ് ദുബായിൽ നമുക്കൊപ്പം ചേരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. എന്നാലും ഇന്നത്തെ പകൽ എന്താണ് സംഭവിച്ചതെന്ന് വേണ്ടി ദിലീപ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ദിലീപ്, എന്തായിരുന്നു വളരെ പെട്ടെന്ന് പറഞ്ഞാൽ? എസ്കെൻ, ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. സമാധാന ചർച്ചകൾക്കായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുമ്പെങ്കിലും അത് ഇപ്പോഴും ഇസ്രായേൽ പാലിക്കുന്നില്ല, ഇറാനും പാലിക്കുന്നില്ല. പ്രത്യാക്രമണങ്ങൾ ശക്തമായി തുടരുന്നു. ഗൾഫ് മേഖലയിലും ഇറാന്റെ ആക്രമണം, സൗദി തലസ്ഥാനത്ത് വരെ ഇറാൻ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സമാധാനം എത്ര അകലെ എന്ന ചോദ്യം ഈ നിമിഷം ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ്കെൻ, ഇപ്പോൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുഖ്യമന്ത്രിമാരുമായി ഒരു വിർച്വൽ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, വിർച്വൽ യോഗം. ആ യോഗം ഒരുപക്ഷെ നേരത്തെ ഈ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നത് പോലെ അത്തരത്തിലുള്ളൊരു യോഗമാണിപ്പോൾ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമല്ല, അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രസക്തിയും. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ കുറച്ചു കാലം ഏതായാലും ഇന്ത്യയിൽ ഉണ്ടാകും. അതിനെ അതിജീവിക്കുന്നതിനുള്ള മാർഗങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിക്കണം. ആ കോവിഡ് കാലത്ത് നമ്മൾ എങ്ങനെ നിന്നോ ആ ടീം സ്പിരിറ്റ്, ടീം ഇന്ത്യ എന്ന നിലയിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഇതെന്നും പ്രധാനമന്ത്രി. ഇനിയിപ്പോൾ ദുബായിൽ നിന്ന് മുഹമ്മദ് റഗീസ് കൂടി നമുക്കൊപ്പം ചെയ്യുന്നു. റഗീസ്, ഇന്ന് എങ്ങനെയായിരുന്നു എമിറേറ്റുകളുടെ അവസ്ഥ? ഇന്ന് ഇറാന്റെ ആക്രമണ ശ്രമങ്ങളുടെ വ്യാപ്തി എത്രമാത്രം ഉണ്ടായിരുന്നു? പറയൂ മുഹമ്മദ് റഗീസ്. ഇന്ന് കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായത് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രാവിലെ അങ്ങനെ കാര്യമായിട്ടുള്ള ആക്രമണം UAE കേന്ദ്രീകരിച്ചുണ്ടായി. ഇതവണ അലേർട്ട് വന്നിരുന്നു, പക്ഷേ ആക്രമണ വിവരങ്ങളൊന്നും തന്നെ ആ സമയത്ത് പുറത്തു വന്നിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ UAEയിൽ ഇന്ന് മിസൈലുകളെയും ഡ്രോണുകളെയും നേരിട്ടതിന്റെ എണ്ണം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. 6 മിസൈലുകളും 9 ഡ്രോണുകളുമാണ് ഇന്ന് നേരിട്ടത്. കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 2 മിസൈലുകൾ എന്നുള്ള രീതിയിലാണ് കണക്കുകൾ വന്നത്. അതിന് തലേ ദിവസം മിസൈലുകൾ ഒന്നും തന്നെ നേരിട്ടിരുന്നില്ല, 6 ഡ്രോണുകൾ മാത്രമാണ് നേരിട്ടത് എന്ന് UAE പറഞ്ഞെടുത്ത് ഇന്ന് 6 മിസൈലുകളും 9 ഡ്രോണുകളും നേരിട്ടു എന്ന് പറയുന്നുണ്ട്. അല്പസമയം മുമ്പ് പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുന്നത് അത് അൻവർ ഗർഗാഷിന്റേതാണ്. ഡോക്ടർ അൻവർ ഗർഗാഷ്, അത് പ്രധാനമന്ത്രി UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ഒരു നിലയ്ക്കും UAE ഒരു യുദ്ധത്തിനെ ആഗ്രഹിക്കുന്നില്ല. UAE ഈ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണ് ഇറാൻ ചെയ്തത്.
മറ്റെല്ലാ ഗൾഫ് മേഖലകളുടെയും ഏതാണ്ടൊരു പൊതു നിലപാട് അത് തന്നെയാണ്. പക്ഷേ ഈ തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഇറാൻ കടന്നുകയറ്റം നടത്തുമ്പോൾ അതിനെ ഏത് നിലയ്ക്കും ചെറുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി. നിലവിൽ എന്തായാലും തിരിച്ചടി എന്ന നിലയിലേക്കൊന്നും അദ്ദേഹം പറയുന്നില്ല. ചെറുത്തു തോൽപ്പിക്കും, ചെറുത്തു നിൽക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് UAE അവരുടെ നയം വ്യക്തമാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ബഹ്റൈനിൽ ഒരു 6 മണിക്കൂർ മുൻപാണ് ഏറ്റവും ഒടുവിലായി ഈ അപായ സൈറൺ മുഴങ്ങിയിരിക്കുന്നത്. ബഹ്റൈൻ കേന്ദ്രീകരിച്ച് ആക്രമണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നു. ഇന്നും അത് തുടരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ കുവൈറ്റിൽ രാവിലെ ഒരു തവണ മാത്രമാണ് അലാം ഉണ്ടായത്. കുവൈറ്റിൽ എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെയുള്ള ആക്രമണങ്ങളൊന്നും ഈ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല. അല്ലാതെയുള്ള പ്രാദേശികമായിട്ടുള്ള റിപ്പോർട്ടുകളോ മറ്റോ ഒന്നും ഇല്ല. പക്ഷേ സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം അത് കാര്യമായി തന്നെ എല്ലാ ദിവസവും തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ സാമ്പത്തിക മേഖല സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള പല കണ്ടെത്തലുകളും പുറത്തു വരുന്നുണ്ട്, നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഈ കുവൈറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങൾ എടുത്താലും പഴയ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാത്ത തരത്തിലുള്ള ഡാമേജ്, അത് 2-3 വർഷം സാധാരണഗതിയിൽ ഈ യുദ്ധം അവസാനിച്ചതിന് ശേഷം പ്രവർത്തിച്ചാലും പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത അത്രയും ഡാമേജുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ പുറത്തു വരികയാണ്. എന്തായാലും ഈ ഒരു ദിവസം കിട്ടിയത് ട്രംപ് ഈ ഇത്രയും ദിവസം കൂടി ഇനി ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞതിന് പിന്നിലും ഗൾഫ് രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് ഇറാൻ ആക്രമണം നടത്തും എന്ന് പറഞ്ഞതിന്റെ ഒരു ഇമ്പാക്റ്റും ഒക്കെ ഉണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും ആക്രമണത്തിന്റെ തോതെങ്കിലും കുറയുമെന്ന് പ്രതീക്ഷിക്കാം. എസ്കേൻ. ഓക്കെ, താങ്ക് യു. മുഹമ്മദ് റയീസാണ് UAE-യിൽ നിന്ന് നമുക്കിപ്പം ചേർന്നത്. എന്തായാലും ഗോപികൃഷ്ണൻ, ഇന്ന് സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാകുന്നു. കാരണം ഒരു കരയുദ്ധത്തിനൊക്കെ ഒരുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും വെറുതെ ഇരിക്കില്ല. നോർത്ത് കൊറിയ അവിടെ അദ്ദേഹം സജ്ജമായിട്ടിരിക്കുകയാണ്. ഹൂത്തികൾ പറയുന്നു അവർ വെറുതെ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ ചേരി തിരിഞ്ഞ് നമുക്ക് ഈ ശീതസമര കാലം പോലെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് ലോകം നീങ്ങുകയാണോ? അതെ, അത്രയും ശക്തമല്ലെങ്കിൽ പോലും എനിക്കൊന്ന് ഈ പശ്ചിമേഷ്യൻ സംഘർഷം യഥാർത്ഥത്തിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഒരു യുദ്ധസമാനമായ അല്ലെങ്കിൽ ആ തരത്തിൽ ആശങ്കയുണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുന്നു. രണ്ടാമതായി ഈ എണ്ണ വാതക വിതരണം എന്നത് തടസ്സപ്പെടുകയും വലിയൊരു ആഗോളതലത്തിൽ തന്നെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇപ്പോൾ ദിലീപ് പറഞ്ഞ പോലെ ഇന്ന് പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിച്ചെടുക്കുന്നു. കേരള മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുന്നില്ല. 5 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോക്ക്ഡൌണിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. ചീഫ് സെക്രട്ടറിയെ അത് പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരു ലോക്ക്ഡൌണിലേക്ക് രാജ്യം കടക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ നിലനിന്ന പശ്ചാത്തലത്തിലാണ് ഈ യോഗം വിളിക്കുന്നതും നടപടികളിലേക്ക് കടക്കുന്നത്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഒന്ന്, ഈ എണ്ണ വാതക വിതരണവുമായി ബന്ധപ്പെട്ട് ലോകത്തിലെ തന്നെ 20% അത് നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കപ്പൽപാതയായ ഹോർമൂസിലാണ്. അവിടെ ഇറാൻ വളരെ ശക്തമായ ഒരു മോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ ഒരു ടോൾ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് കൃത്യമായിട്ട് IRGC-യുമായി ഇടനില നിൽക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾ നൽകുകയും അവർ കൃത്യമായി ടോൾ അടച്ച് മാത്രമാണ് അവർക്ക് സുരക്ഷിതമായ പാത ഒരുക്കുന്നത്. മാത്രമല്ല ഇറാനുമായി സൗഹൃദ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ഇന്ത്യ ആ പട്ടികയിൽപ്പെട്ടതാണ്. ആ പട്ടികയിൽപ്പെടുന്ന രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ് അതിലെ കപ്പലുകൾ കൊണ്ടുവരപ്പെട്ടത്. ഏതാണ്ട് 2000-ഓളം കപ്പലുകൾ ഈ കപ്പൽ ചാലിന്റെ 2 ഭാഗത്തുമായി ഇപ്പോഴും ഈ ഇന്ധനവുമായി കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിടുന്ന പ്രശ്നം അമേരിക്കയുടെ ആയുധങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ഈ യുദ്ധത്തിനിടയിൽ 850 ടോമഹോക്ക് മിസൈലുകളാണ് അമേരിക്ക ഉപയോഗിച്ചു കഴിഞ്ഞത്. പെന്റഗണെ സംബന്ധിച്ച് ഇത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കണക്കായി അവരുടെ മുന്നിൽ നിൽക്കുന്നു. ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വൈറ്റ് ഹൗസോ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അപ്പോൾ ഇനി കരയുദ്ധത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നതെങ്കിൽ അതിന് പൂർണ്ണ സജ്ജമായി ഇറാൻ നിൽക്കുകയാണ്. ഏതാണ്ട് 10 ലക്ഷത്തോളം വരുന്ന കരയുദ്ധത്തിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഇറാൻ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ യുവാക്കൾ യുദ്ധസന്നദ്ധരായി ഇറാനിലെ യുവാക്കൾ രംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ സങ്കീർണതയിലേക്ക് ഈ പോവുകയാണ് പശ്ചിമേഷ്യയിലെ യുദ്ധം. ഓക്കെ, നമുക്ക് എന്തായാലും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി നമ്മുടെ കൂടെ ചേരണം എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ മധു ന്യൂയോർക്ക് നഗരത്തിൽ എവിടെയോ ഒളിച്ചു നിൽക്കുകയാണ്. ഒളിവിടങ്ങളിൽ നിന്ന് തെളിവിടങ്ങളിലേക്ക് ഇറങ്ങി വരൂ മധു കൊട്ടാരക്കരെ. അമേരിക്കയിൽ എന്താ സംഭവിക്കുന്ന അറിയാൻ പിന്നെ നമുക്ക് മറ്റെന്താ മാർഗം? നമ്മുടെ 24 ബ്യൂറോ അവിടെ തുറന്നു വെച്ചിരിക്കുക, ന്യൂജേഴ്സി തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, ആഷ്മി, ശരിക്കും എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ വരട്ടാൻ പറയുന്നതായിരിക്കും. ഒരു 10,000 പേരെ ഞങ്ങൾ അങ്ങോട്ട് വിടുന്നു എന്ന് പറയുന്നത്. കാര്യം ഈ 10,000 പേരെ വിടുന്നു എന്ന് പറയുമ്പം MLA ഹൂതികളൊക്കെ വെറുതെ ഇരിക്കില്ല എന്നുള്ള വലിയ പ്രശ്നം. മാത്രമല്ല നോർത്ത് കൊറിയ, റഷ്യ, ചൈന, അപ്പോൾ ഇവരൊക്കെ തന്നെ വളരെ ശക്തമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് 10 ദിവസം അദ്ദേഹം ഇതിനൊക്കെ ഒരു അവധി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് ഒരു താളപ്പഴ ഉണ്ടാകുന്നു.
ഇപ്പൊ തന്നെ ഒരു സാധനം, ഒരു വീഡിയോ പോലെ സാധനം, ഒരു ദൃശ്യവും പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൈയും കാലും ഇങ്ങനെ വലിച്ചു കീറുന്നു, അമേരിക്കൻ പ്രസിഡന്റ് കൈകാലുകളൊക്കെ ഇങ്ങനെ വലിച്ചു കീറുന്ന രീതിയിൽ അദ്ദേഹം ശ്വാസം മുട്ടുന്നു. ഇതിനോട് ഒരുപാട് വിരട്ട് കഴിഞ്ഞു. ആ വിരട്ടിന് ഇറാൻ നമ്മൾ നാട്ടുഭാഷ പറഞ്ഞ പുല്ല് വില കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എസ്കേന് ചെസ്സിൽ ക്യൂൻസ് ഗാംബിറ്റ് എന്ന് പറയുന്നൊരു മൂവ് ഉണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കരുവിനെ നമ്മൾ ആദ്യം തന്നെ കുരുതി കൊടുത്ത്, പ്രധാനപ്പെട്ട കരുവാണ്, എന്നിട്ട് അതിനെ നമ്മൾ മധ്യത്തിൽ ആക്രമിച്ച് കളിച്ച് കളി പിടിച്ചെടുക്കുന്ന പരിപാടിയാണ്. കുറച്ചുകൂടെ ലളിതമായി പറഞ്ഞാൽ മന്ത്രിയെ ബലി കൊടുക്കുക. മന്ത്രിയെ ബലി കൊടുത്ത് നമ്മൾ കളി പിടിക്കുക, അതാണ് പരിപാടി. അപ്പോൾ എന്ന് പറഞ്ഞാൽ എസ്കേൻ അക്ഷരാർത്ഥത്തിൽ ഇതിനൊരു ചെസ്സായിട്ട് കാണുന്നത് ശരിയല്ല. എങ്കിൽ കൂടിയും ഇറാന്റെ അക്ഷരാർത്ഥത്തിലുള്ള ഈ ചെസ് എന്ന് പറഞ്ഞാൽ എസ്കേൻ ഇറാനും ഇന്ത്യയുമാണ് ലോകത്ത് ഏറ്റവും അധികം ചെസ് വളർത്തുന്ന 2 രാജ്യങ്ങൾ. പോട്ടെ, ഇറാന്റെ ഈ കളിയിലെ ക്യൂൻസ് ഗാംബിറ്റാണ് ഹോർമൂസ് കടലെടുക്ക്. അവർ പിടിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അത് അടിമുടി എന്ത് ചെയ്തിട്ടും അനക്കമില്ല. ആദ്യം ട്രംപ് തുറക്കാൻ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. 24 മണിക്കൂർ മര്യാദയ്ക്ക് തുറന്നു പറയും, ഇല്ല എന്ന് തന്നെ പറഞ്ഞു. ഓക്കെ, എന്നാൽ 5 ദിവസം ഞങ്ങൾ ആക്രമിക്കുന്നില്ല. ഓക്കെ, പക്ഷെ തുറക്കില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു 10 ദിവസം കൂടെ തന്നേക്കാം. അപ്പോൾ അവർ പറഞ്ഞു എന്തായിക്കോ ഞങ്ങൾ തുറക്കില്ല എന്ന് പറയുകയാണ്. അതിനിടയിലാണ് 10,000 സൈനികർ. എസ്കേൻ 10,000 സൈനികരെ ഈ പറഞ്ഞ കരസേന ആ യുദ്ധത്തിൻ്റെ അങ്ങോട്ടേക്ക് അയച്ച. ഒന്നാമത് ഇറാനകത്തോട് കയറാൻ തന്നെ പ്രയാസമാണ്. പാകിസ്ഥാൻ വഴി വേണം കയറാൻ. അത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. അല്ലെങ്കിൽ കോസ്റ്റ് ലൈനാണ്. കോസ്റ്റ് ലൈനിലൊക്കെ ഇറാൻ്റെ ശക്തമായ സാധ്യതയുണ്ട്. ഇനി അതിനകത്തോട് കടന്നാലോ എസ്കേൻ, അത് കടന്നാൽ വലിയ ഫോർട്രസ് ആണ്. ഈ പറയുന്ന 2 സാർഗോസ്, അൽബോസ് എന്ന 2 മലനിരകൾ, അല്ലെങ്കിൽ തന്നെ ഇറാനിൽ വലിയ കോട്ട തീർത്തിട്ടുണ്ട്. വിശാലമായ മരുഭൂമികൾ കിടക്കുകയാണ്. ലോകത്തെ 7ാമത്തെ വലിയ രാജ്യമാണ്. അത്രത്തോളം വലിയ സ്ഥലമുണ്ട്. ഈ പറയുന്ന 6 ലക്ഷം സൈനികർക്കൊപ്പം എസ്കേ നേരത്തെ പറഞ്ഞ ഹൂത്തികൾ, ഈ പറയുന്ന സകല പ്രോക്സികളും ആ സമയത്ത് ചേരും. ഇറാനും ചൈനയും റഷ്യയും ആ സമയത്ത് ആയുധങ്ങൾ കൊടുക്കും. എല്ലാം കൂടി ചേർന്നാൽ ഈ പറയുന്ന 10,000 സൈനികർ എന്ന് പറഞ്ഞാൽ 2-3 ദിവസത്തേക്കുള്ള അമേരിക്ക മണി മുഴങ്ങുന്നു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കണേ 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 എന്ന് നമ്മൾ പറയാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി, ഇതുവരെയും പറന്നില്ല. അടുത്ത ദിവസങ്ങളിലൊക്കെ പറക്കുമെന്ന് നമുക്ക് വിശ്വാസമില്ല. എന്നാൽ 10,000 പട്ടാളക്കാരെ പശ്ചിമേഷ്യയിലേക്ക് അയക്കാനുള്ള അമേരിക്കൻ തീരുമാനം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 6 ലക്ഷത്തോളം പട്ടാളം കൈവശമുള്ള ഇറാൻ വെറുതെ ഇരിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മുടെ വിളി കേട്ട് അമേരിക്കയിൽ നിന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടി തത്സമയം ചേരുന്നു. മധു, താങ്ക്സ് എ ലോട്ട്. കാരണം ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ഒരു വിളി വിളിച്ചു കഴിഞ്ഞാൽ അമേരിക്ക വരെ കേൾക്കും എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഞാൻ നീട്ടി 24 കൊച്ചി വരെയും കേൾക്കാറുണ്ടോ? അതെ, പറയൂ, ഇന്ന് എന്താണ് അമേരിക്ക സംഭവിച്ചത്? 10,000 സൈനികരെ കൂടെ വിന്യസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ വാർത്തയായിട്ട്. ഒരുപക്ഷെ മലയാള മാധ്യമങ്ങളിൽ നമ്മളായിരുന്നു ഈ വാർത്ത ആദ്യമായി ബ്രേക്ക് ചെയ്തത് പോലും. പക്ഷേ ഈ സൈനികരെ വിന്യസിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണ പരന്നിരിക്കുന്നത് ഒരു കരയുദ്ധത്തിന് അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നുള്ളത്. അതിനുള്ള യാതൊരു സാധ്യതയും ഒരു വിലയിരുത്തലിന്റെ രൂപത്തിൽ പറയുമ്പോൾ കാണാനില്ല. കാരണം അമേരിക്കൻ സൈനികർക്ക് ഈ പശ്ചിമേഷ്യ പോലുള്ള കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം അവരൊരു തണുപ്പ് രാജ്യത്തിൽ നിന്നാണ് കൂടുതൽ സൈനികരും വരുന്നത്. ഒരുപക്ഷെ ഈ കരസേനയെ അങ്ങോട്ട് അയച്ചതിന്റെ ഉദ്ദേശം കാർഗ് ദ്വീപ് പോലുള്ള ദ്വീപുകൾ പിടിച്ചെടുക്കുവാൻ കൂടുതൽ സൈനിക വിന്യാസം വേണമെന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അത് നീണ്ടുപോയാലും അല്ലെങ്കിൽ ഈ ചർച്ചകൾ നീണ്ടുപോയാലും ഒരു ബാക്കപ്പ് പ്ലാൻ എന്നുള്ള രീതിയിലായിരിക്കും. അമേരിക്കയിലെ നിലവിലെ ഒരു പശ്ചാത്തലം വെച്ചും ട്രംപിന്റെ മുൻകാല ഒരു യുദ്ധത്തോടുള്ള അദ്ദേഹം ഇത് ആദ്യമായിട്ടാണ് ഒരു യുദ്ധം നേതൃത്വം കൊടുക്കുന്നത്. ഈ ചെറുപ്പകാലം മുതലേ യുദ്ധത്തിന് എതിരായിട്ടാണ് ട്രംപ് ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ ഫുൾ പേജ് പരസ്യം കൊടുത്തതാണ് ശീതകാല യുദ്ധത്തിന്റെയൊക്കെ സമയത്ത്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ ചില ലക്ഷ്യങ്ങൾ, ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലാതെ ഒരു യുദ്ധത്തിലേക്ക് ട്രംപ് പോകാനുള്ള സാധ്യത കുറവാണ്. അതുമാത്രമല്ല, US കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ ട്രംപിനെ അധികം നാൾ ഇനി ഈ യുദ്ധം അല്ലെങ്കിൽ അമേരിക്കൻ സൈനികരെ മറ്റൊരു പ്രദേശത്ത് വിന്യസിച്ച് നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തന്നെയുമല്ല, അമേരിക്കയില് ഗവൺമെന്റ് ഷട്ട് ഡൗൺ പോലുള്ള കാര്യങ്ങൾ വരുന്നു, മിഡ് ടേം ഇലക്ഷൻ വരുന്നു. അതുകൊണ്ട് അതിലേക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു നീണ്ട യുദ്ധത്തിന് ഒരു സാധ്യതയുമില്ല. ഈ 10 ദിവസത്തിനകം എസ്കേൻ പറയുന്നത് പോലെ ഒരു വെള്ളരിപ്രാവ് ആകാശത്ത് പറക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എസ്കേൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. സോറി ഫോർ ദ ട്രബിൾ. അപ്പം അമേരിക്കയുടെ കാലാവസ്ഥയൊക്കെ നമ്മൾ അറിയണം. ഒരാളെ പെട്ടെന്ന് പിടിച്ചെടുത്ത്. അസിൽ, എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക്? എസ്കേൻ മധു കൊട്ടാരക്കര പറഞ്ഞതുപോലെ ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ പ്രതികരണം അതൊരു കരയുദ്ധത്തിലേക്കുള്ള നീക്കമല്ല എന്നുള്ളത്, അങ്ങനെയാണെങ്കിൽ അത് ആശ്വാസകരം തന്നെയാണ്. അത് അങ്ങനെ ആകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ അല്പം മുമ്പ് ഗോപി പറഞ്ഞതുപോലെ ഈ ടോമഹോസ് ക്രൂസ് മിസൈലുകളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അതിൽ 850-ലധികം ഇതുവരെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അത് പെന്റഗൺ തന്നെ വലിയ ആശങ്കയിലാണ് ആ വിഷയത്തിലുള്ളത് എന്നുള്ളത് റിപ്പോർട്ടുകളായി വാഷിംഗ്ടൺ പോസ്റ്റിൽ അടക്കം വരികയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല
എന്നാൽ അതിൽ ഏറ്റവും പ്രധാനം ആയുധത്തിന്റെ കരുതൽ ശേഷി കുറയുന്നുവെന്നും അത് കൂടുതൽ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അത് സ്വാഭാവികമായും ആശങ്കയുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ മധു കൊട്ടാരക്കര പറഞ്ഞ നിലയിലായിരിക്കില്ല ഒരുപക്ഷെ കാര്യങ്ങൾ എന്ന് തോന്നുകയാണ്. അപ്പോൾ ഏത് നിമിഷവും എന്തിനും സജ്ജമായ നിലയിലേക്ക് അമേരിക്ക മാറുന്നു എന്നത് വരും ദിവസങ്ങളിൽ എന്താണ് കേൾക്കാൻ പോകുന്നത് എന്നതിന്റെ ഒരു സൂചനയാണ് എന്ന് തോന്നുന്നുണ്ട്. ചെറിയ പോയിന്റ്. ഏറ്റവും ഒടുവിൽ വന്ന ഇറാന്റെ സൈന്യത്തിന്റെ അറിയിപ്പ്, അതായത് ഒരു ദിവസം 200 മിസൈലുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾ വെച്ച് അയച്ചാലും 10 വർഷം ഞങ്ങൾക്ക് അതേ തോതിൽ അയക്കാനുള്ള ആഴ്സൽ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് ഏറ്റവും ഒടുവിൽ ഒരു പ്രതികരണം. SKN ഇവരങ്ങോട്ടേക്ക് ഇവിടുന്ന് മിസൈലുകൾ ഇറാന്റെ പ്രതികരണം. ഇറാൻ ഇസ്രായേൽ മിസൈലുകളിൽ ഓരോ മിസൈലുകളിലും ഓരോ ട്രിബ്യൂട്ട്, അങ്ങനെ ഇപ്പം മിനാബിൽ കൊന്ന കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഓരോന്ന് എഴുതി കൂടാനുണ്ട്. അതിൽ ഏറ്റവും എഴുതി വിട്ട താങ്ക്സ് ടു പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നൊരു സാധനം കൂടി എഴുതിയിട്ടുണ്ട്. വേറെ ചില രാജ്യങ്ങളെ കൂടി പറഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ടു പീപ്പിൾ ഓഫ് ജർമ്മനി, താങ്ക്സ് ടു പീപ്പിൾ ഓഫ് ഇന്ത്യ, ജർമ്മനി, ഇന്ത്യ. ഇന്ത്യ ഒഫീഷ്യലി സൗഹൃദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ കയറുന്നു. ഹോർമൂസ് നമുക്ക് തുറന്നു കിട്ടുന്നു. ഒരു മിസൈൽ പോലും നമ്മുടെ പേര് എഴുതി വിടുകയാണ് അവർ. മിസൈലിനകത്തൊരു സന്ദേശം, താങ്ക്സ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഓക്കെ, ചെറിയ വലിയ സംഭവമാണത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാം സമാധാന കാംക്ഷികളാണ്. ഇന്ത്യയുടെ നിലപാടും ഇപ്പോഴും നമ്മുടെ വലിയ മാറ്റമൊന്നും വരാതെ ചേരിചേരാ നയം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം, ദേശീയ താല്പര്യമാണ് ആത്യന്തികമായി എല്ലാ രാജ്യത്തെയും പോലെ നമ്മുടെയും താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ രണ്ട് യുദ്ധ സൈഡിലേക്കും നീങ്ങാതെ അസാധാരണമായൊരു അഭ്യാസത്തിലൂടെ ഈ പ്രതിസന്ധിയും കടന്നു പോവുകയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ നമുക്കിനി ജനശബ്ദത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഒരു വോക്സ് പോപ്പ്. തെരഞ്ഞെടുപ്പിൽ നേതാക്കൾ പലതും ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടു. എന്നാൽ പൊതുജനം ചർച്ച ചെയ്യുന്നത് എന്താണ്? എന്തിന് വോട്ട് ചെയ്യണം? കൊച്ചിക്കാർ പ്രതികരിക്കുക. പൊതുവായിട്ടുള്ള ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്കും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഇന്ന സ്ഥാപനം, വിദ്യാഭ്യാസ സ്ഥാപനത്തിനാണെങ്കിൽ ശരിയാണ്, നമ്മുടെ ഗതാഗത സംബന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, പൊതുമേഖല സ്ഥാപനങ്ങളാണെങ്കിൽ ശരിയാണ്. ഇതെല്ലാം നല്ല രീതിക്ക് പ്രവർത്തിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്ത് ഓരോ വ്യക്തികളെ പറഞ്ഞു വിടുന്നത്. ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ ഞാൻ പറഞ്ഞ പൊതുവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതാണ് ചർച്ച ചെയ്യാൻ വേണ്ടത്. എന്റെ നിലപാട് അങ്ങനെ തന്നെയാണ്. നമ്മുടെ വർഗീയതക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണകർത്താക്കൾ അധികാരത്തിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, വികസനോന്മുഖമായ ഒരു പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അധികാരികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവണം എന്ന് തന്നെയാണ്. ഒരു ടീച്ചിങ് ആണ് ചെയ്യുന്നത്, സ്റ്റുഡൻസ് ആണ്. അപ്പം സ്റ്റുഡൻസിന് നാളെ ഒരു ഭാവിയിലേക്കുള്ള, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത് അത് തന്നെയാണ്, ജോലിയിലേക്കുള്ള ഒരു സുരക്ഷ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റുഡൻറ് എംപവർമെൻറ്റ്, അതുപോലെ തന്നെ വുമൻ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ നാടിൻ്റെ ഒരു വളർച്ച, എല്ലാം കൂടി വികസനം, ഇതെല്ലാം കൂടി വരണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വികസനം വേണം മെയിനായിട്ട്. അതായത് ഇപ്പോൾ കുറേ പേര് ജോലി ഇല്ലാത്തവരുണ്ട്, അവർക്കൊരു ജോലി വേണം. പിന്നെ നമ്മൾ പാവപ്പെട്ടവരെ സഹായിക്കണം മെയിനായിട്ട്. ഇപ്പോൾ വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇലക്ഷന് നിന്നിട്ട് ജയിച്ചിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്ന മെയിനായിട്ട് കാണുന്നത് അതേ ഉള്ളൂ. അവർക്ക് ലാഭമാണ്, കാരണം അവർക്ക് നിന്നാലും തോറ്റാലും ജയിച്ചാലും അവരെ കാര്യം നടക്കും. പക്ഷെ ജനങ്ങൾ അവരെ വിശ്വസിച്ചിട്ട് നിന്നിട്ട് മണ്ടന്മാരാവരുത്. എന്നുവെച്ചാൽ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോന്നാണ്. അതായത് അവരെ പാവപ്പെട്ടവരെ കൂടി ഉണ്ട്, അവരെ സഹായിക്കും. അങ്ങനെ ഇലക്ഷന്റെ സമയത്ത് മാത്രം പൊങ്ങി വരുന്ന കുറെ ആൾക്കാരുണ്ട്. അത് കാണിച്ചിട്ട് കാര്യമില്ല. കാരണം നമുക്കൊരു ഇതുണ്ടാവില്ല, നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള ഒരു വിശ്വാസം ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ടുള്ളത്. വെറുതെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. അവർ അധികാരത്തിനും ഭരണം കിട്ടാൻ വേണ്ടി പരസ്യം ചെയ്ത് എങ്ങനെയും ഭരണത്തിലെത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ നാടിന്റെ പുരോഗതിക്ക് ആരാണ് മുന്നോട്ട് നിൽക്കുന്നത് അവർക്ക് വോട്ട് ചെയ്യും. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരെയും കൂട്ടുപിടിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരാവുന്ന ആളുകളെ നമ്മൾ ഈ ഭരണ സംവിധാനത്തിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അതാരായാലും ഈ നാടിന്റെ നന്മയ്ക്ക് പറ്റുന്ന ആളുകൾ, മനുഷ്യന് സുരക്ഷിതത്വം ഉണ്ടാവണം. വർഗീയതയും വിഭാഗീയതയും സ്വജാന പക്ഷപാതവും ഇല്ലാത്ത നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്ന ആരാണോ അവരാണ് അധികാരത്തിൽ വരേണ്ടത്. യുവാക്കൾക്കുമൊക്കെ ഈ വിദ്യാർത്ഥികൾക്കുമൊക്കെ നമുക്ക് ചില അവകാശങ്ങളും ചില കാര്യങ്ങളൊന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം ചില സമയങ്ങളിൽ നമ്മൾ അതിന് ആപ്റ്റായിട്ടുള്ള നേതാക്കളെയും അവരെയൊക്കെ നമ്മൾ എലക്ട് ചെയ്ത് നമ്മൾ ഈ ഒരു വോട്ടിംഗ് പ്രക്രിയയിലേക്ക് നമ്മൾ ജയിപ്പിച്ച് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവർ വഴി നമുക്ക് വേണ്ടുന്ന അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ, ജനശബ്ദമാണ് നിങ്ങൾ കണ്ടത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി നമ്മുടെ വനിതകൾ മണ്ഡലങ്ങൾ ചുറ്റുകയാണ്. കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ സഞ്ചരിക്കണം എന്നാണ് നമ്മുടെ മകളുടെ ആഗ്രഹം. കോഴിക്കോട് മണ്ഡലത്തിൽ അവരെത്തി. കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നിങ്ങൾക്കറിയാം ഒരുപാട് ചർച്ചകളൊക്കെ നടക്കുന്ന ഈ കോളേജിലാണ് ഇന്ന് ചൂടൻ രാഷ്ട്രീയ ചർച്ചയ്ക്കായിട്ട് നമ്മുടെ വനിതകൾ എത്തിയിരിക്കുന്ന പ്രവിത ലക്ഷ്മിയും കൃഷ്ണ ചെറിയാനും കോഴിക്കോട് ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മൈജി ഫ്യൂച്ചർ മണ്ഡലം ചുറ്റും മഹിളകൾ സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. കോ സ്പോൺസേഡ് ബൈ ആഘോഷങ്ങൾ നടക്കട്ടെ, വോക്കരു പ്ലസ്, കല്യാൺ ഹോംസ്. ഒന്നായി ജീവിക്കാം, നന്നായി ജീവിക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ചൂടുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലത്താണ് അല്ലെ ക്രിസ്റ്റീന? നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്. അപ്പോൾ നിങ്ങൾ എന്താ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഒരു സ്വപ്നം? LDF വരും, എല്ലാം ശരിയാവും. കഴിഞ്ഞ 10 വർഷം മുമ്പ് പറഞ്ഞല്ലേ അതിലൊരു മാറ്റവും ഇല്ല? ഇനി മാറ്റങ്ങൾ വരണം. LDF ഇനിയും വരണം. അല്ല വന്നല്ലോ, ഇനി മാറ്റങ്ങൾ വന്നു, ഇനിയും വരും. കണ്ടാൽ മനസ്സിലാവുള്ളൂ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത്. നോട്ടൊക്കെ കുത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമുക്കൊരു രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം വേണമല്ലോ. ഒരേ സർക്കാർ തന്നെ ഇങ്ങനെ തുടർച്ചയായി ഭരിച്ചാൽ ശരിയാവില്ലെന്ന്, അതിനോട് യോജിക്കുന്നുണ്ടോ? LDF അല്ലാണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ 10 വർഷം കൊണ്ട് തന്നെ കേരളത്തിനെ മാറ്റിയെടുക്കാൻ മറ്റൊരു മുന്നണിക്കോ മറ്റൊരു സംഘടനയ്ക്കോ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റം അനിവാര്യമാണ് നമുക്ക്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം 2026 തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDF അധികാരത്തിൽ എന്തായാലും വരും എന്നുള്ളത് ഉറപ്പ്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ 2026 തന്നെ ഇപ്പോൾ വയറ്റിൽ കത്രിക വെച്ചിട്ടായാലും അതുപോലെ തന്നെ വിലക്കയറ്റം രൂക്ഷമായതൊക്കെ നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ മദ്യമുക്ത കേരളം എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ PR നടത്തിയ ടീമാണ്. ഇപ്പോൾ ഏകദേശം 298ഓളം ബാർ നമ്മുടെ കേരളത്തിൽ ഉണ്ട്. CM-നെ ഇപ്പൊ കൈ കിട്ടിയ എന്ത് ചോദ്യം ചോദിക്കും? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടത്. ചോദിച്ചോളൂ എന്ന് പറയുകയാണ്, എന്താ ചോദിക്കാനുള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നുള്ള ചോദ്യം വളരെ നിർബന്ധമാണ്. കലാലയ രാഷ്ട്രീയത്തിൽ ഒരുപാട് അടിപിടി, ശരിക്കും പറഞ്ഞ ഒരു കലാലയത്തിൽ ഇങ്ങനെ ഒരു സൗഹൃദ അന്തരീക്ഷം അല്ലേ വേണ്ട? കലാലയത്തിൽ സൗഹൃദപരമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളെ അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെടുമ്പം അതൊരു പ്രശ്നത്തിന് മേലെ നമ്മൾ സംസാരിച്ച് അത് ഇതായിട്ട് മാറി വരുമ്പോഴാണ്. ക്യാമ്പസുകളെ കലാപഭൂമിയാക്കാൻ ശ്രമിക്കുന്ന ആരൊക്കെയാണെന്നത് SFIയുടെ രക്തസാക്ഷികളുടെ ഒരു ലിസ്റ്റ് എടുത്തു വയ്ക്കാൻ മനസ്സിലായി. അതിന് നമുക്ക് SFI കേസിൽ നിന്ന് വേർതിരിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറ്റും. കാരണം ഇന്നേ വരെ ഈ ക്യാമ്പസിന്റെ അകത്ത് അല്ലെങ്കിൽ വേറൊരു ക്യാമ്പസിന്റെ അകത്ത് SFIയുടെ കൈകൾ കൊണ്ട് ഒരു വിദ്യാർത്ഥിക്ക് മരണപ്പെടേണ്ട അവസ്ഥ രാഷ്ട്രീയ ഭാഗപോക്കൽ ഭാഗമായിട്ട് ഒരു മരണപ്പെടുന്നത്. പക്ഷേ SFIക്ക് നേരെ തിരിച്ച് ഇപ്പുറത്ത് നിൽക്കുന്നത് 36 രക്തസാക്ഷികൾ കേരളത്തിൽ മാത്രമുള്ളത്. പറയുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് VD സതീശനെ പറയാൻ പറ്റും, അതുപോലെ തന്നെ ഷാഫി പറമ്പിലും. ഇതിൽ എത്രയും നല്ല തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നതിൽ മുൻ വർഷങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ മുൻവർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ടുള്ള 4 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പിന്തുണ കൊടുത്തുള്ളത്. ഒന്ന് പയ്യന്നൂർ കെ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് 2 തവണ പാട്ട് നടപടി കൊണ്ടുപോയത്. എന്നിട്ടും അദ്ദേഹത്തിന് അത് കൃത്യമായിട്ടുള്ള എവിഡൻസ് പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. പാർട്ടി അടിക്കാൻ വേണ്ടിയിട്ട് ഒരു നിലപാടെടുക്കുമ്പോൾ ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റ് ആണല്ലോ. നമുക്കിപ്പോ ഒറ്റക്ക് നിൽക്കണമെങ്കിൽ അങ്ങനെ നിൽക്കാം. പക്ഷെ ഓരോ പാർട്ടി ഉന്നയിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ അടുത്ത് തന്നെ മറ്റേ നമ്മളെ മുഖ്യമന്ത്രി ഒരു സാധനം പറഞ്ഞല്ലോ, ഒരാള് ചോദിച്ചപ്പോ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂപ്പരവിടെ നിൽക്കണോ? മൂപ്പരവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ജനങ്ങളിൽ എന്താണ് ഓരോ പ്രശ്നം കേട്ടറിഞ്ഞിട്ട് കാണല്ലോ നമ്മൾ എന്താ സംസാരിക്കാനേ. ഇന്നലെ ഉമാ തോമസ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തിക്കാടാൻ LDF-ന് ഒരു പേരേ ഉള്ളൂ, UDF-ൽ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ്. അപ്പൊ ആരാവണം മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ആവാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് ഒന്ന് VD സതീശനാണ്. അതുപോലെ തന്നെ പിന്നെ ഒന്ന് രമേശ് ചെന്നിത്തലയുണ്ട്. കാലങ്ങളായിട്ട് ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കാലങ്ങളായിട്ട് മന്ത്രിസഭയിലുള്ള ഒരാൾ കൂടിയാണ്. ഈ ഡീൽ ആരോപണം ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയായിരിക്കുമല്ലോ. കാലാകാലമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ അകത്ത് 6 ഡീല് BJP ഉറപ്പിച്ചിട്ടുള്ളത്. ചരിത്രം 2ാം കേരള നിയമസഭ തെരഞ്ഞെടുപ്പ് മുതൽ നോക്കിയാൽ മനസ്സിലാവും. അന്ന് 4 മണ്ഡലങ്ങളാണ് പരസ്യമായി കോലി സംഖ്യ മത്സരിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് കോഴിക്കോട് ജില്ലയിലും ആഞ്ഞടിച്ച് കണ്ടതാണ്. അതിൽ ഇനി സംശയമൊന്നും വേണ്ട. CPM BJP തന്നെയാണ് ഡീൽ എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ, പിന്നെ അതുപോലെ തൃശ്ശൂർ ലോക്സഭ അതും കൂടി നോക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJPക്ക് കിട്ടാനുള്ള കൃത്യമായ കാരണം എന്താന്നുള്ളത് ആർക്കും അവിടെ കോൺഗ്രസ്സുകാരതും ലീഗുകാരതും കൃത്യമായിട്ട് ആ പട്ടികയിൽ പറയുന്നുണ്ട്. അത് കണ്ടാൽ തന്നെ ഏതൊരാൾക്ക് മനസ്സിലാവില്ല ആരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മാറ്റിയെന്നുള്ള കാര്യം. അതൊന്നും കണ്ടാൽ മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാരല്ലല്ലോ ഇവിടെ ഉള്ളത്. എന്തായാലും അതിന്റെ കൃത്യമായിട്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF എന്തായാലും അധികാരത്തിൽ വരുന്നുള്ളത് ഷുവറാണ്. VD സതീശൻ പറഞ്ഞ മാതിരി
അടിച്ചോളി, കൈ അടിച്ചോളി. ഇതേമാതിരി എഴുതി വെച്ച് മാർച്ച് 26 അക്കമിട്ട് പറയാണ് മെയ് 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ UDF എന്തായാലും 100-അധികം സീറ്റുമായിട്ട് അധികാരത്തിൽ വരും. എന്തായാലും ക്യാമ്പസിലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തീപാറും ചർച്ച പുരോഗമിക്കുന്നതാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ മനസ്സിലാവുന്നത്. നമ്മൾ ഇനി ഇവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വൈബ് പൊളി പിള്ളേരോട് ടാറ്റ പറയാണ്. ടാറ്റാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും തെരഞ്ഞെടുപ്പിന് മുമ്പുമൊക്കെ ഒരുപാട് ആളുകൾ നമ്മളെ നമ്മളെ ആകർഷിക്കുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കോടാകുളങ്ങര വാസുള്ള. എവിടെയാണ് ഈ കോടാകുളങ്ങര എന്ന് ചോദിച്ചാൽ കൊല്ലം ചവറയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണ് കോടാകുളങ്ങര വാസുള്ള. ആരായിരുന്നു കോടാകുളങ്ങര വാസുള്ള? നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പ്രത്യേകിച്ച് പുതിയ ജൻസിക്കൊക്കെ ആരാണ് ഇത്തരം ഈ വാസുള്ള ചേട്ടൻ ആരാണ് എന്നറിയും. കുറച്ച് പിറകോട്ട് പോകണം. അദ്ദേഹത്തിൻ്റെ ചിത്രം നിങ്ങൾക്ക് കാണാം. ഇതാണ് സാക്ഷാൽ കോടാകുളങ്ങര വാസുള്ള. 1957 ലോകത്തിൽ ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വരുന്ന സമയത്ത് ഈ കോടാകുളങ്ങര വാസുള്ള എന്ന ആള് ഒരു കുറ്റം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ തൂക്കുമരത്തിലേറ്റാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. അത് തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചത് വലിയൊരു സംഭവമായി. ആ സംഭവത്തിൻ്റെ എന്ന് വെച്ചാൽ അദ്ദേഹം തൂക്കുമരം കയറുമ്പോൾ EMS മന്ത്രിസഭ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് EMSന് ഒരു കത്ത് കിട്ടിയത്. അതായത് അങ്ങയുടെ മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിൽ ഏൽക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരാൾ കഴുമരം കയറുകയാണ്. പിന്നീട് AK ഗോപാലൻ എന്ന് പറയുന്ന അതികായൻ നടത്തുന്ന ഒരു പോരാട്ടത്തിനൊടുവിൽ അത് സംഭവിക്കുന്നു. കോടാകുളങ്ങര വാസുള്ള തൂക്കുമരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ബാക്കി കഥ ദിലീപ് കുമാർ പറയും. SKN, ഒരു മനുഷ്യൻ മരണത്തിന് തീയതിയും സമയവും കുറിച്ച് അത് കാത്ത് ഒരു ഏകാന്ത തടവിൽ കഴിയുക എന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. 1953 ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ള കൊലപാതകം നടക്കുന്നത്. അത് കൊല്ലത്ത് ചവറയ്ക്കടുത്ത് കൊട്ടുകാട് എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപമാണ് ഈ കോടാകുളങ്ങര വാസുപിള്ളയുടെ ജന്മസ്ഥലം. അതുമാത്രമല്ല, അദ്ദേഹം KPSCയുടെ കൺവീനർ കൂടിയായിരുന്നു. അപ്പോൾ അവിടെ ഈ ചവറ തട്ടാശ്ശേരിയിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അരങ്ങേറി. അന്നത്തെ പ്രതാപശാലിയായ ഒരു നേതാവായിരുന്നു കുമ്പളത്ത് ശങ്കുപിള്ള. അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുവും അനുയായിയുമൊക്കെ ആയിരുന്ന അമ്മ വീട്ടിൽ മധുസൂദനൻ പിള്ള എന്നയാളുടെ അദ്ദേഹത്തിൻ്റെ വിനോദം ഈ കമ്മ്യൂണിസ്റ്റുകാരായ യുവാക്കളുടെ ആക്രമിക്കുക, അവരെ നെഞ്ചത്ത് കയറുക എന്നതായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ ആക്രമിക്കുന്നു. കോടാകുളങ്ങര വാസുപിള്ള കൊല്ലത്ത് KPSCയുടെ എവറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ, അന്ന് KPSCയുടെ അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ്, അവിടെ നിന്ന് നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ മധുസൂദനൻ പിള്ള ഒരു സൈക്കിളിൽ വരുന്നു. സൈക്കിളിൽ വന്ന് അവിടെ ഈ നേരെ കാലുയർത്തി ചവിട്ടുകയാണ് ചെയ്തത്. ഇവർ കോടാകുളങ്ങര വാസുപിള്ളയും 1-2 പ്രവർത്തകരുമായി അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടെ കോടാകുളങ്ങര വാസുപിള്ള ഒരു അടി കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ ഒപ്പമുണ്ടായിരുന്നവർ ഇദ്ദേഹത്തെ ക്രൂരമായി, ഈ മധുസൂദനൻ പിള്ള എന്നയാളെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇതിനിടെ നേരത്തെ ആക്രമിച്ച അയാൾ വന്ന് ആയുധവുമായിട്ട് വരുന്നു. മധുസൂദനൻ പിള്ളയെ അവിടെ ഇട്ട് കൊല്ലുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ കോടാകുളങ്ങര വാസുപിള്ളയും ഈ കുത്തിയ ആളും പെട്ടെന്ന് തന്നെ KPSCയുടെ വാനിൽ കയറിയാണ് രക്ഷപ്പെടുന്നത്. KPSCയുടെ വാൻ കൊല്ലത്ത് എവറസ്റ്റ് ഹോട്ടലിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അപ്പോഴന്ന് ജനാർദ്ദനക്കുറുപ്പിന് ഈ വിവരം ലഭിക്കുന്നു. ജനാർദ്ദനക്കുറുപ്പ് അന്ന് KPSCയുടെ സജീവ പ്രവർത്തകൻ കൂടിയാണ്. O. മാധവനാണ് അവിടെ എത്തി ജനാർദ്ദനക്കുറുപ്പിനെ ഈ വിവരം അറിയിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി കൊല്ലത്ത് വന്നപ്പോൾ കൊല്ലത്ത് എവറസ്റ്റ് ഹോട്ടലിൻ്റെ മുന്നിൽ KPSCയുടെ വാൻ അവിടെ കിടപ്പുണ്ട്. അവർ കുറച്ച് പോലീസുകാരുമുണ്ട് അവിടെ കാവൽ. അപ്പോൾ നോക്കിയപ്പോൾ പറഞ്ഞു, ഇതിനകത്ത് രക്തം പുരണ്ട വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ വസ്ത്രം അവിടുന്ന് മാറ്റണം. അപ്പോൾ ഇതിനിടയ്ക്ക് ജനാർദ്ദനക്കുറുപ്പ് O. മാധവനോട് പറഞ്ഞു, ഈ പോലീസിനെ പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് മാറ്റാം, വസ്ത്രങ്ങൾ പെട്ടെന്നെടുത്ത് നശിപ്പിക്കണം. അങ്ങനെ പോലീസിനെ അടുത്ത ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ O. മാധവൻ ആ വസ്ത്രങ്ങൾ എല്ലാം അതിനകത്ത് നിന്ന് മാറ്റി അത് കത്തിച്ച് കളയുകയാണ് ചെയ്തത്. അതിനുശേഷം ഏതായാലും പിന്നീട് ഇതിൻ്റെ വിചാരണാവേളയിൽ പോലീസ് ഒരു രക്തം പുരണ്ട വസ്ത്രമൊക്കെ ഹാജരാക്കിയിരുന്നു. അത് കൃത്രിമമായി തയ്യാറാക്കിയതാണ് എന്നാണ് ജനാർദ്ദനക്കുറുപ്പ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നത്. ഏതായാലും ഈ കോടാകുളങ്ങര വാസുപിള്ളയിലേക്ക് എത്താം. അദ്ദേഹത്തിനെ ജില്ലാ കോടതി വധശിക്ഷ വിധിക്കുന്നു. അതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീലുമായി പോകുന്നു. അപ്പീലുമായി പോകുമ്പോൾ അതിന് വേണ്ട പണം സ്വരൂപിക്കേണ്ടതുണ്ട്.
അന്ന് ജനാർദ്ദനക്കുറുപ്പിൻ്റെ ഭാര്യ 7 പവൻ സ്വർണ്ണമാല കൊടുക്കുകയാണ് ഇതിനു വേണ്ടി. ജനാർദ്ദനക്കുറുപ്പാണ് പെട്ടെന്ന് എന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനുള്ള പണം സമ്പാദിക്കാൻ ചെല്ലുന്നത്. പിന്നീട് പോയത് KPSC സുലോചനയുടെ വീട്ടിലാണ്. സുലോചന 5 പവൻ്റെ മാല കൊടുക്കുന്നു. സുലോചനയുടെ പിതാവ് പറയുന്നുണ്ട് ഈ മാല ഇനി പോയത് തന്നെയാണ്, ഇവർ തിരിച്ചു തരുന്ന പരിപാടിയില്ല എന്ന്. അപ്പോൾ സുലോചന പറയുന്നുണ്ട് ഇത്രയും നാളും ഈ മാലയടക്കം അത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാടകത്തിലൂടെ തനിക്ക് കിട്ടിയതാണ്, സമ്പാദിച്ചതാണ്. ഇപ്പോൾ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അങ്ങനെ ഒരു സഹായം കൊടുക്കാനാവുക എന്ന് പറഞ്ഞ് അങ്ങനെ ഈ മാലയും വാങ്ങി അതിന് അങ്ങനെ ഇവിടെ വന്നു. മള്ളൂർ ഗോവിന്ദപിള്ളയാണ് ഈ കേസ് ഏൽപ്പിക്കുന്നത്. അന്ന് ഒരു വലിയ പഴമൊഴി ഉണ്ടായിരുന്നു, 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാം രാമനാരായണ. 1000 രൂപയും മള്ളൂരും ഉണ്ടെങ്കിൽ ആരെയും കൊല്ലാമേ രാമനാരായണ. അതെ അതെ, 1000 രൂപ മതി. അതെ, കൊടുക്കാനുള്ള ഫീസ്. അതെ. അന്ന് ഏതായാലും ഈ ഹൈക്കോടതി ആദ്യം പുനർവിചാരണയ്ക്ക് ഇത് ചെയ്തു, പിന്നീട് അത് വധശിക്ഷ ശരിവെച്ചു. അതിനെ തുടർന്ന് ഏതായാലും വധശിക്ഷ ഉറപ്പായി ഇദ്ദേഹത്തിൻ്റെ. അങ്ങനെ വധശിക്ഷ തീയതി കുറിക്കുന്നു. ആ തീയതിയൊക്കെ കുറിച്ച് കഴിയുമ്പോഴാണ് 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ വരുന്നു. ഏപ്രിൽ മാസം 6-ാം തീയതി ആദ്യ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനമെടുക്കുന്നത് ഈ കോടാകുളങ്ങര വാസുപിള്ളയുടെ കാര്യം മനസ്സിലുള്ളതുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം രാഷ്ട്രീയ തടവുകാരെയും വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ജീവപര്യന്തമാക്കി, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, വധശിക്ഷയ്ക്ക് വിധിച്ചവരെ ജീവപര്യന്തമാക്കുക എന്നതായിരുന്നു. ആ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു. നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നു. ഇതിനിടയിൽ ഈ ഏകാന്ത തടവറയിൽ അദ്ദേഹത്തിൻ്റെ ഈ മരണത്തിൻ്റെ തീയതി എന്നാണ് ഈ തൂക്കിക്കൊല്ലുക എന്നത് അവിടെ പതിച്ചിരുന്നു നോട്ടീസ്. അപ്പോൾ ആദ്യത്തെ ഇത് വന്നു, തീയതിയായി. ആരാച്ചാർ എത്തി. തലേ ദിവസം തന്നെ അവിടെ ഈ കയറ് പരിശോധന, ബലപരിശോധന, പൂജ ഇതൊക്കെ നടത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത ദിവസമാണ് തൂക്കിലേറ്റേണ്ടത്. അപ്പോഴാണ് ജയിലിലേക്ക് ഒരു ഓർഡർ എത്തുന്നത്, രാഷ്ട്രപതി ഈ വധശിക്ഷ സ്റ്റേ ചെയ്തു എന്നതാണ് വരുന്നത്. അങ്ങനെ ആരാച്ചാർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും രാഷ്ട്രപതിയുടെ ഒരു ഓർഡർ എത്തി, ആ സ്റ്റേ നീക്കം ചെയ്തു, വധശിക്ഷ നടപ്പാക്കാം. പക്ഷേ ആരാച്ചാർ വീട്ടിൽ പോയിരുന്നു, അതുകൊണ്ട് അപ്പോൾ രക്ഷപ്പെട്ടു. അങ്ങനെ 6 തവണ ഇതേപോലെ തീയതി മാറ്റി കോടാകുളങ്ങര വാസുപിള്ള ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടു. PT പുന്നൂസ് ഡൽഹിയിൽ പോയി അന്നത്തെ ആഭ്യന്തരമന്ത്രി ഗോവിന്ദ് വല്ലഭ് പന്തിനെ കണ്ടു. പക്ഷേ അവരൊന്നും ഇത് സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല. മാത്രമല്ല അന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം തന്നെ നിയമവിരുദ്ധമാണ്, സംസ്ഥാനങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല, വധശിക്ഷയിൽ നിന്നൊരാളെ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രം അറിയിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഈ 6 തവണ മാറ്റിവെച്ചയാളിന് 1959 അദ്ദേഹത്തെ വിട്ടയച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ ഇടപെടലിനെ തുടർന്ന് വിട്ടയച്ചുകൊണ്ടുള്ള തീരുമാനം പിന്നീട് വിട്ടയക്കുകയല്ല, അദ്ദേഹത്തിന്റെ വധശിക്ഷ ജീവപര്യന്തമാക്കി. അന്ന് അദ്ദേഹത്തിന്റെ ഏതാണ്ട് 45 വയസ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വിവാഹം കഴിക്കുന്നത്. 45 40-ന് താഴെയായിരുന്നു. പിന്നീട് വിവാഹം കഴിക്കുന്നു. പക്ഷേ അദ്ദേഹം ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ജയിലിലേക്ക് പോകുമ്പോൾ ഒറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. ഈ പോരാട്ടമൊക്കെ നടത്തിയത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തിരിച്ചു വന്നപ്പോൾ പാർട്ടി നേതാക്കൾ മാറി, ചേരി മാറി. പിന്നീട് ഈ കോടാകുളങ്ങര അങ്ങനെ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അതെ, അതും കൂടി പറയണം. എന്തായാലും AK ഗോപാലൻ നടത്തിയ ഇടപെടലാണ് ജവഹർലാൽ നെഹ്റുവിനെ കൊണ്ട് രാഷ്ട്രപതി കൂടി ശുപാർശ ചെയ്ത് കഴിമരത്ത് നിന്ന് അദ്ദേഹം ഇറങ്ങി വന്നത്. അതൊരു ചരിത്രരേഖയായതുകൊണ്ടാണ് കോടാകുളങ്ങര വാസുകളുടെ കഥ അതിവിദഗ്ധമായിട്ട് നമ്മുടെ ദിലീപ് കുമാർ അവതരിപ്പിച്ചത്. നിങ്ങൾക്ക് അറിയും പോലെ ഇന്നത്തെ ഒരു വാർത്ത 24-ന്റെ ബിഗ് ഇലക്ഷൻ ബ്രേക്കിംഗ് ആയി മാറി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ലെന്നാണ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 24-നോട് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രത്യേക പരിപാടിയായ ഗ്രൗണ്ട് സീറോയിലായിരുന്നു തിരുവനന്തപുരം കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥിയായ കടകംപള്ളി സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തനേഷ് തമ്പിയോട് ഇക്കാര്യം പറഞ്ഞത്. ശരിക്കും ഒരു തുറന്നു പറച്ചിലായിരുന്നു അത്. കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രതികരണം പ്രതിപക്ഷവും BJPയും പിന്നീട് ഏറ്റുപിടിച്ചു. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഉയർത്തുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ശരിയെന്ന് പറയും. അദ്ദേഹത്തിന്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. അതൊന്നും ദേവസ്വം ബോർഡ് മന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ദേവസ്വം ബോർഡ് ഒരു മന്ത്രി? എന്തിനാ ദേവസ്വം ബോർഡ് മാത്രം പോരെ? അപ്പോൾ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇന്നെന്തായാലും നമ്മുടെ ഒരു വലിയ ഇലക്ഷൻ ബ്രേക്കിംഗ് ആയിരുന്നു ദിലീപ്.
അപ്പോൾ അതിലൊരു സാഹചര്യം എങ്ങനെയായിരുന്നു? SKN നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നില്ല. അതൊക്കെ ദേവസ്വം ബോർഡാണ്, ദേവസ്വം ബോർഡിന്റെ പരിപാടികൾ. അതൊന്നും നോക്കേണ്ട കാര്യം മന്ത്രിക്കില്ല. ദേവസ്വം ബോർഡ് മന്ത്രി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടാറില്ല. അതെ, അതിന്റെ അത്തരം കാര്യങ്ങളിലൊന്നും താൻ ഇടപെടാറില്ല, താൻ അത് നോക്കേണ്ടതില്ല എന്ന നിലപാടായിരുന്നു. പക്ഷേ പ്രതിപക്ഷം അന്ന് തന്നെ കടകംപള്ളി സുരേന്ദ്രന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവന് ഈ കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്, അതുകൊണ്ട് അവർക്കെതിരെ നടപടി വേണം എന്നൊക്കെയായിരുന്നു നേരത്തെ പ്രതിപക്ഷം രാജിയൊക്കെ ആവശ്യപ്പെട്ടു. അതെ, പക്ഷേ അതിന് ആ കടകംപള്ളി സുരേന്ദ്രനും VN വാസവനും സർക്കാരും ഒന്നും CPM ഒന്നും ആ കാര്യത്തെ പിന്തുണച്ചതേയില്ല, ആ വാദത്തെ പിന്തുണച്ചില്ല. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രൻ അക്കാര്യത്തിൽ തനിക്ക് ധാർമ്മികമായി ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് പ്രതിപക്ഷത്തിനൊരായുധമാണ് എന്ന കാര്യത്തിലും സംശയമില്ല. അതാണ് പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ K മുരളീധരൻ, അതോടൊപ്പം കഴക്കൂട്ടത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള V മുരളീധരൻ എന്നിവരൊക്കെ ഈ വിഷയത്തിൽ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇനി CPIM കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. ഈ കടകംപള്ളിയുടെ തുറന്നു പറച്ചിലോടുകൂടി അദ്ദേഹം അതിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മളിപ്പോൾ മുൻമന്ത്രി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി VS ശിവകുമാറിന്റെ സഹോദരൻ പ്രതിയായ ഒരു ശബരിമലയിലെ ഒരു പാത്ര അഴിമതി വാർത്തകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും മാരകമായ ഗ്രാവിറ്റിയിൽ ഭഗവാന്റെ അപ്പുറം ഇപ്പുറം ദ്വാരപാലരെ തൊട്ടു എന്ന രീതിയിലുള്ള വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതിലെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാൽ അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ വിശ്വാസി സമൂഹത്തെ, ഞാൻ പറയുന്നത് ഹൈന്ദവ ശബരിമല വിശ്വാസികളെ മാത്രമല്ല, ശബരിമലയെ ആദരിക്കുന്ന എല്ലാ വിശ്വാസി സമൂഹത്തെയും വല്ലാതെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അതിന് ഇപ്പോഴും ഇപ്പോൾ അത് കോടതിയിലാണ്, ഡിവിഷൻ ബെഞ്ചിന് തൃപ്തിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴും ഉത്തരം കിട്ടാനുള്ള ചോദ്യങ്ങൾ ആത്യന്തികമായ അതേ ചോദ്യങ്ങൾ തന്നെയാണ്. എത്ര സ്വർണം കൊണ്ടുപോയി, എങ്ങനെയായിരുന്നു ക്രൈമിൻ്റെ രീതി, ഇത് എങ്ങോട്ട് കൊണ്ടുപോയി, ഇത് മൊത്തം മറിച്ച് വിറ്റോ തുടങ്ങിയ യാതൊരുവിധ കാര്യങ്ങൾക്കും അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം ഇപ്പോൾ കിട്ടിയിട്ടില്ല. ഇവിടെ ഡിവിഷൻ ബെഞ്ച് SITക്ക് പൂർണ്ണ തൃപ്തിയാണ് എന്ന് പറയുമ്പോൾ പോലും അതേ കോടതി തന്നെ മറ്റൊരു സിംഗിൾ ബെഞ്ച് SITയിൽ വലിയ സംശയം പ്രകടിപ്പിച്ച 1 അല്ല 2 അല്ല 3 അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് കോടതി SITക്ക് പൂർണ്ണ തൃപ്തിയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി അടക്കം മാത്രം പറയുന്നതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഹൈക്കോടതി SITയിൽ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ ബാക്കി അത് പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊരു വേദന ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് പ്രതിപക്ഷം ചർച്ചയാക്കിയാലും ഇല്ലെങ്കിലും വിശ്വാസി ഹൃദയങ്ങളുടെ വേദനയാണ്. അത് ഇലക്ഷനിൽ പ്രതിഫലിക്കും. അസിത് അതിനോട് യോജിക്കുന്നുണ്ടോ? ഇത് ഒരുപക്ഷെ ഇത്തരം ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുത്ത് പ്രതിരോധത്തിലാകുന്ന ഇടതുപക്ഷ മുന്നണി CPM ഉൾപ്പെടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിന് മറുപടി ഏൽക്കേണ്ടി വരും. ഇപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു എന്ന് അക്കാലത്തെ മന്ത്രി പറഞ്ഞതുകൊണ്ട് വലിയ കോലാഹലങ്ങളോ വിവാദങ്ങളോ ഒന്നും ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ആകെത്തുകയിൽ മറുപടി പറയേണ്ടി വരുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതിൽ MA ബേബി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഔന്നത്യമായിരിക്കാം ഒരു പക്ഷേ അക്കാലത്ത് ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് കടകംപള്ളി പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ ദേവസ്വം വകുപ്പുമായി ബന്ധപ്പെട്ട് അതിന്റെ ദൈനംദിന കാര്യങ്ങളിലോ മീറ്റിങ്ങുകളിലോ ഒന്നും ഇടപെടാൻ ഉള്ള റൈറ്റുള്ള ആളല്ല ദേവസ്വം മന്ത്രി എന്നുള്ളത് നമുക്കറിയാം. ഒരു ഉത്തരവിലും ഒപ്പുവെക്കേണ്ട ആളുമല്ല ദേവസ്വം മന്ത്രി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ നിലയിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലയളവിൽ അദ്ദേഹം ദേവസ്വം മന്ത്രിയായിരിക്കെ നടന്ന കാലയളവിൽ നടന്നൊരു വലിയ അഴിമതി, വിശ്വാസികളെ വേദനിപ്പിക്കുന്നത് സമൂഹത്തിൽ ആകെ ചർച്ച ചെയ്തൊരു കാര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണ്. അതിന്റെ അർത്ഥം അദ്ദേഹം കൂടിച്ചേർന്ന് നടത്തിയ അഴിമതി എന്നുള്ളതല്ല. അതിൽ ഇനി നാളെ മുതൽ ഇടതുമുന്നണിയാകെ മറുപടി പറയേണ്ടി വരും എന്നും ഞാൻ കരുതുന്നില്ല. ഓക്കെ, ഗോപികൃഷ്ണൻ, നമ്മുടെ തനേഷ് തമ്പിയുടെ ഒരു സൂത്രശാലിത്വം എന്ന് നമ്മുടെ ആഷ്മി പറഞ്ഞു. ജേർണലിസ്റ്റിക് ബ്രില്യൻസ് പറയുന്നതല്ലേ? അപ്പൊ ജേർണലിസ്റ്റിക് ബ്രില്യൻ ക്വസ്റ്റ്യൻ, റിപ്ലൈയും ബ്രില്യൻ്റാ. പക്ഷേ അത് പാർട്ടിക്ക് ദോഷം ചെയ്യൂ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗോപികൃഷ്ണൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കാരണം ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി അദ്ദേഹം ഏറ്റെടുക്കും. കാരണം ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ MA ബേബി സഖാവ് പറഞ്ഞതുപോലെ വലിയൊരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം അത് ഏറ്റെടുക്കുന്നു എന്ന് വരുന്നത് അദ്ദേഹത്തെ കുറ്റാരോപിതനാക്കുന്നതിന് തുല്യമല്ല എന്നുകൂടി നമ്മൾ പറയുന്നു. എനിക്ക് തോന്നുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള നടക്കുന്നത് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരിക്കുന്ന സമയത്താണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്താലും ഇല്ലെങ്കിലും അതിന് മറുപടി പറയേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട്. അതൊരു യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ സമയത്ത് അത് CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ്. രാഷ്ട്രീയ ഔന്നത്യം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ MA ബേബിയെ പോലുള്ളവർ അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാക്കാൻ ആഗ്രഹിക്കാത്ത സമയത്താണ് കടകംപള്ളി സുരേന്ദ്രൻ ഈ ധാർമ്മിക ഉത്തരവാദിത്തത്തിൻ്റെ പ്രശ്നം പറഞ്ഞത്. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. മാത്രം ഈ കടകംപള്ളി സുരേന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും, അതായത് ഈ കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കടകംപള്ളി സുരേന്ദ്രനുള്ള ബന്ധം എന്താണ് എന്ന കാര്യം പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും ദേവസ്വം ബോർഡിന് മാത്രമായി ഈ ഒരു കൊള്ള നടത്താൻ കഴിയില്ല, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിസ്ഥാനത്തിരിക്കുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന്റെ കാലത്ത് നടന്ന സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രൻ മറുപടി പറയേണ്ടതാണ് എന്നുമൊക്കെ അദ്ദേഹത്തിനെതിരെ പ്രതിഷേധം കൂടി ഉയരുന്ന സാഹചര്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ള
സ്വർണ്ണക്കൊള്ളയെ വിഷയമാക്കാതിരിക്കാൻ ഇടതുമുന്നണി ശ്രമിക്കുമ്പോൾ ഇടതുമുന്നണിയെ കൂടി പ്രതിരോധത്തിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥി അവിടെ ശരത്ചന്ദ്ര പ്രസാദ് പറഞ്ഞത് ഈ കടകംപള്ളി സുരേന്ദ്രനെ അയ്യപ്പന്റെ പുലി പിടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും ഇതൊരു തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കി കൊണ്ടുവരുന്നു. അത് ഇടതുമുന്നണിക്ക് സുഖകരമായിരിക്കില്ല. ഒന്ന് എം വി ഗോവിന്ദനോട് ചോദ്യമുള്ള എം വി ഗോവിന്ദൻ പറഞ്ഞു അത് കടകംപള്ളിയോട് ചോദിക്കണം എന്നുള്ള. രണ്ട് ശരത്ചന്ദ്ര പ്രസാദിന്റെ കൂടെ ഒരു ഗുണ്ട ഇലക്ഷൻ പ്രചരണത്തിന് പോയി. പഞ്ചായത്ത് ഉണ്ണി എന്നാ പേര്. അപ്പൊ ആകെ വിഷയമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതും ഉണ്ടായി. അപ്പൊ ടി ശരത്ചന്ദ്ര പ്രസാദും പുലിവാല് പിടിച്ചോന്നാണ് എന്റെ സംശയം. അപ്പൊ എന്തായാലും അപ്പൊ ശരത്ചന്ദ്ര പ്രസാദ് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് പുലിവാല് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ മണ്ഡലത്തിലും സന്ദർശിച്ചുണ്ടാക്കുന്ന ഡയറി. തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ കവാടമാണ് നെയ്യാറ്റിൻകര. നമുക്കറിയാം ഇത്തവണയും ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിനാണ് ഈ മണ്ഡലം കളമൊരുക്കുന്നത്. നിലവിലെ MLA കെ ആൻസലിന്റെ ജനപ്രീതിയും UDF സ്ഥാനാർത്ഥി എൻ ശക്തന്റെ സംഘടനാ പാഠവും എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഫലത്തെ സ്വാധീനിക്കുന്നത് എന്നറിയണ്ടേ? NDAയും കടുത്ത മത്സരം നടത്താൻ വേണ്ടി രംഗത്തുണ്ട്. നഗരത്തിന്റെ തിരക്കുകളോ അതിസങ്കീർണതകളോ ഇല്ലാത്ത സ്ഥലമാണ് നെയ്യാറ്റിൻകര. വീടുകളിലെത്തുന്ന കുടിവെള്ളം, നല്ല റോഡുകൾ, അതിലൂടെ ഓടുന്ന ബസ്സുകൾ, ക്ഷേമ പദ്ധതികൾ, അങ്ങനെയെല്ലാം ചർച്ചയാകുന്ന സ്ഥലം. ഇടത് വലതു മുന്നണികളെ മാറി മാറി സഹായിച്ചുവെന്നത് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ചരിത്രം. ഇത്തവണയും തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതം. അതിവേഗ വളർച്ചയ്ക്കിടയിലും ഗ്രാമാന്തരീക്ഷമാണ് നെയ്യാറ്റിൻകരയുടെ മണ്ണ്. അടിസ്ഥാന വികസനമാണ് ജനങ്ങളുടെ പ്രധാന ആവശ്യം. പ്രാദേശിക ബന്ധങ്ങൾ കൂടുതലുള്ള കെ ആൻസലിനെ 2 തവണ നെയ്യാറ്റിൻകരക്കാർ വിജയിപ്പിച്ചെടുത്തു. വികസന പ്രവർത്തനങ്ങളാണ് 3ാം തവണയും പിൻബലമെന്ന് LDF സ്ഥാനാർത്ഥി കെ ആൻസലൻ. തെരഞ്ഞെടുപ്പിലെ എല്ലാ രാഷ്ട്രീയ പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും പ്രധാനമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10 വർഷക്കാലത്തെ വികസനോത്മകമായിട്ടുള്ള സമീപനം കേരളത്തിലെ ജനങ്ങൾ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആരെങ്കിലും ഏജന്റുമാർ വേണം MLA കാണാൻ, ഒരു കത്തിന് പോലും. അതെല്ലാം മാറി കഴിഞ്ഞ 10 വർഷക്കാലം ഏതൊരാൾക്കും നിർഭയത്തോടുകൂടി ഇനി രാഷ്ട്രീയമായി അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും MLA അടുത്ത് വരുന്നതിനും അവരുടെ ജീവിതാവശ്യങ്ങൾ ഉണർത്തിക്കുന്നതിനും അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഇടതു സ്വാധീനമുള്ള മണ്ഡലം പിടിക്കാൻ നിരവധി തിരഞ്ഞെടുപ്പുകളുടെ പരിചയ സമ്പത്തുള്ള എൻ ശക്തനാണ് രംഗത്ത്. സാമുദായിക ബന്ധങ്ങളിലൂടെ മണ്ഡലം നിലനിർത്താനാണ് UDF ശ്രമം. കഴിഞ്ഞ 10 വർഷത്തെ വികസന മുരടിപ്പ് മാറ്റാൻ ഈ നിയോജകമണ്ഡലത്തിൽ ഒട്ടേറെ വികസനം കൊണ്ടുവരാൻ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ നടന്നതുപോലൊരു വികസനം ഈ നിയോജകമണ്ഡലത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് ജനങ്ങൾ അടുത്ത് UDF അധികാരത്തിൽ വരാൻ പോകുന്ന സാഹചര്യത്തിൽ UDFന്റെ ഒരു MLA വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. തദ്ദേശമടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ട് വളർച്ചയുണ്ടാക്കിയത് BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു. ചെങ്കൽ S രാജശേഖരൻ നായരെ തന്നെയാണ് BJP ഇത്തവണയും പരീക്ഷിക്കുന്നത്. നമ്മൾ ഈ കേരളം ഇങ്ങനെ ഈ കഷ്ടത അനുഭവിക്കാനുള്ള നാടാണോ? ഇത് മാറ്റണ്ടേ? സെൻട്രലിൻ്റെ സ്കീമെല്ലാം കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ? എന്തുകൊണ്ടാണ് ഇവർ കൊണ്ടുവരാതെ വെറും ലോണ് മാത്രം എടുത്ത് നിങ്ങളെ കടക്കാരാക്കി മാറ്റുന്നു? റോഡുകളൊക്കെ ചെയ്യുന്നത് കാണിച്ചിട്ട് ഞങ്ങളാണ് ചെയ്തത്, അതാണോ വികസനം? അല്ല. ഇവിടുത്തെ കുട്ടികളെല്ലാം +2 കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി വെളിനാട്ടിൽ പോകുന്നു. അത് കഴിഞ്ഞ് തൊഴിൽ തേടി വെളിനാട്ടിൽ പോയി സെറ്റിലാവണം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി AR ജയറാമിനെ 16,610 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കെ ആൻസലൻ നിയമസഭയിലെത്തിയത്. CPMന്റെ സംഘടനാ കരുത്ത്, MLAയുടെ ജനപ്രീതി തുടങ്ങിയവ കോൺഗ്രസിന് വെല്ലുവിളിയാകുമോ എന്നാണ് ചോദ്യം. കാരണങ്ങൾ നിരത്തി മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം നിരവധിയെന്ന് UDFും NDAയും ആവർത്തിക്കുന്നു. നാട് വളർന്ന 10 വർഷങ്ങൾ എന്നതാണ് LDFന്റെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. വികസന വിസ്മയത്തിന് മാറ്റം അനിവാര്യമെന്ന് NDA UDF ക്യാമ്പുകൾ പറയുന്നു. ഇനി ജനമനസ്സറിയാൻ കാത്തിരിക്കാം. ക്യാമറമാൻ സിറിലിനോടൊപ്പം മേഘ്ന മുരളി, 24 തിരുവനന്തപുരം. മൈജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡുമായി ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ്, മൈജി ഫ്യൂച്ചർ ദ ഗ്രാൻഡ് ഇലക്ഷൻ ഡിബേറ്റ് നാളെ വൈകുന്നേരം 6 മണിക്ക്. ഇനി 24 റൗണ്ടപ്പിന്റെ ഊഴം കൃഷ്ണ ചെറിയാനും അമൽ ബിയും കാക്കനാട് സ്റ്റുഡിയോയിൽ നിന്ന് ചേരുന്നു. ഓവർ ടു കൃഷ്ണ ചെറിയാൻ ആൻഡ് അമൽ ബി. ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.